ഉദാഹരണത്തിൽ ഊന്നപ്പെടുക എന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ഒരു പാറ അത് സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന പാറയാണ്. ആ പാറക്ക് സഹ്റത്തുൽ മിഅ്റാജ് എന്ന് പറയും. അതിന് സഹ്റത്തുൽ ഖിയാമ എന്നും പറയും. സഹ്റത്തുൽ നഫ്ഖ് എന്നും പറയും. ഊത്തിന്റെ പാറയാണ് ആ പാറ. ആ പാറയിലേക്ക് ഇറങ്ങി ചെയ്യുന്ന അതിന്റെ മുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പലസ്തീൻ ഔദുൽ മഹ്ശർ എന്ന് പറയും. മഹ്ശറയുടെ കേന്ദ്രസ്ഥാനം പലസ്തീൻ. മനസ്സിലാവുന്നേ പറഞ്ഞത് പലസ്തീനിലാണ് ഇസ്രാഫീൽ കൂടുക. അതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഹബീല. അതിനെ ഔദുൽ മഹ്ശർ വൽ മൻശർ എന്ന് പറയും. എന്തിന്? ഫലസ്തീൻ ഔദുൽ മഹ്ശർ യാസർ അറഫാത്തിന്റെ പ്രസംഗത്തിന്റെയൊക്കെ ലേഖനങ്ങളും പ്രസംഗങ്ങളൊക്കെ ഞങ്ങൾ മഹ്ശറിന്റെയും പുനരുദ്ധാരത്തിന്റെയും മണ്ണിൽ നിന്ന് വരുന്നവരാണ് ഇത് പറഞ്ഞുകൊണ്ട് യാസർ അറഫാത്തിന്റെ അനവധി പ്രസംഗങ്ങളും മറ്റുമൊക്കെ കേൾക്കാം. അപ്പൊ ഫലസ്തീനാണ് ബഹുമാനപ്പെട്ട മഹ്ശറിന്റെ കേന്ദ്രഭാഗം. അവിടെ പാറയുണ്ട്. ആ പാറയിലേക്ക് ആ പാറക്ക് ഊത്തിന്റെ പാറ. ഈ പാറ ഈ പാറയുടെ മുകളിൽ കാണുന്ന കുബ്ബയാണ്. അത് ബൈത്തുൽ മുഖദ്ദസ് അല്ല. ആ കുബ്ബയെ ആ പാറയെ സംരക്ഷിക്കുന്നതാണ് കുബ്ബ. അതാണ് കുബ്ബത്തുൽ സഹ്റ. മനസ്സിലായില്ല? അത് പള്ളിയായി. അത് കുബ്ബ. ഏത് കുബ്ബ? ഈ പാറയെ ആദരിച്ചുകൊണ്ട് മുകളിൽ കെട്ടിയ കുബ്ബ. അതാണ് പലസ്തീന്റെ ഫോട്ടോയിൽ കാണുന്ന കുബ്ബ. അത് ബൈത്തുൽ മുഖദ്ദസ് അല്ല. ബൈത്തുൽ മുഖദ്ദസ് അവിടെ നിന്നും ആ കോമ്പൗണ്ടിൽ തന്നെയാണെങ്കിലും 500 മീറ്റർ അപ്പുറത്താണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ബൈത്തുൽ മുഖദ്ദസിന്റെ കെട്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഒന്ന് മുഖദ്ദസ് പള്ളിയും കുബ്ബത്തുൽ സഹ്റയും അടങ്ങിയതാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ കെട്ട് അങ്ങനെയാണ്. കോമ്പൗണ്ടിന്റെ ഉള്ളിൽ പ്രധാനമായുള്ളത് 2 എണ്ണമാണ്. ഒന്ന് ബൈത്തുൽ മുഖദ്ദസ് എന്ന മസ്ജിദുൽ അഖ്സ, ഒന്ന് ഈ കുബ്ബത്തുൽ സഹ്റ. ഈ പാറയുടെ മുകളിലുള്ള കുബ്ബ. ആ പാറ വലിയ പാറയാ, ചെറിയ പാറ മൂല്യമാണ്. വലിയ പാറ എന്ന് പറഞ്ഞാൽ വലിയ തന്നെ അല്ലേ? ഭയങ്കര വലിയ പാറ. വലിയ പാറ ഏകദേശം ഒരു 1/2 ഏക്കറൊക്കെ 2 ഏക്കറൊക്കെ പറയാമോ? ഒരു 1/2 ഏക്കർ 25-30 സെന്റ് മാത്രം വിശാലം. അതിന്റെ മുകളിലുള്ള ആ കുബ്ബയാണ് സ്വർണം കെട്ടിയിരുന്നത്. 80 കിലോ സ്വർണം കൊണ്ട് ജോർദാന്റെ ഹുസൈൻ രാജാവ് അത് സ്വർണം കെട്ടിയിരുന്നത് ആ കുബ്ബ. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന പലസ്തീന്റെ ഫോട്ടോയിൽ കാണുന്ന ആ സ്വർണം. ആ കുബ്ബയുടെ മുകളിൽ പള്ളിയാവില്ല. അത് പാറയെ സംരക്ഷിച്ചിരിക്കുന്നു. ആ പാറക്ക് ലോക ചരിത്രത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ട്. മുമ്പും അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ആ പാറയിൽ സ്വയം ഒരു ഉറവ പൊട്ടിയിരിക്കുന്നു. ഇസ്രായേലിയുടെ കാലത്ത് അതിന്റെ പരിസരത്തെ നാടുകളിൽ മുഴുവൻ ഈ വെള്ളം ഒഴുകിയിരുന്നു. ആ വെള്ളത്തിൽ നിന്ന് അനവധി ഹൈറുണ്ടായിരുന്നു. പിന്നീട് ഇസ്രായേലികൾ വേദഗ്രന്ഥം നഷ്ടപ്പെടുത്തുകയും തോന്നിയതുപോലെ മാറ്റിത്തിരുത്തുകയും ചെയ്തപ്പോൾ, തൗറാത്തിൽ മാറ്റിത്തിരുത്തിയപ്പോൾ അല്ലാഹു ഈ മനോഹരമായ ഉറവയെ അവർക്ക് ഇല്ലാതാക്കിയതാണ്. മനസ്സിലായില്ലേ? ജൂതന്മാർ ഇതിന് എന്നും പറയും. ജൂതന്മാർ ഈ കല്ല് കിട്ടാൻ വേണ്ടി വാദിക്കുന്നവരാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ പാറയാണെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അവരുടെ വാദം അത് ഞങ്ങളുടെ പാറയാണ്. അത് അവരുടെ വാദപ്രകാരം അറക്കാൻ കൊണ്ടുപോയത് ഇസ്മായിലിനെയല്ല, അവരുടെ വാദം. ജൂതന്മാരുടെ വാദപ്രകാരം നബിയുല്ലാഹി ഇബ്രാഹിം പുത്രനെ അറക്കാൻ കൊണ്ടുപോയത് ആരെയല്ല, ഇസ്മായിലിനെയാണ് അവർ അംഗീകരിക്കുക, ഇസ്ഹാഖിനെയാണ്. ആ അറക്കാൻ കൊണ്ടുപോയ പാറ അതാണ്. അറക്കാൻ കിടത്തിയ പാറ എന്നവർ പറയും. അതുകൊണ്ട് ഈ പാറയുടെ അവകാശികൾ ഞങ്ങളാണെന്നാണ് അവരുടെ വാദം.
രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഇസ്രായേലികൾ വാശി പിടിക്കുന്നത്. ഒന്ന് ബൈത്തുൽ മുഖദ്ദസ് പള്ളിയുടെ ബേസിക് തറയിൽ ഹൈക്കൽ സുലൈമാനി എന്ന സുലൈമാൻ ആരാധിച്ചിരുന്ന ക്ഷേത്രം കഴിയുന്നു. അത് ഞങ്ങളുടേതാണെന്ന് അവർ വാദിക്കുന്നു. ഹൈക്കൽ എന്ന് പറഞ്ഞ ക്ഷേത്രം, ഹൈക്കൽ സുലൈമാൻ നിർമ്മിച്ച ഒരു ക്ഷേത്രം, ഇങ്ങനത്തെ ഒരു ക്ഷേത്രം ഇല്ല. അത് സാങ്കല്പികമാണ്, അത് കളവാണ്. മനസ്സിലായോ? അതിനു വേണ്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഖനനം നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുന്നു? ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് മുഴുവനും അവർ ട്രഞ്ച് കുഴിക്കുപോലെ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ ക്ഷേത്രം കിടച്ചോക്കണമെന്നാണ് അവർ വാദിക്കുന്നത്. അവരുടെ ലക്ഷ്യം ബൈത്തുൽ മുഖദ്ദസ് കുറിച്ചല്ല. മനസ്സിലാണെന്ന് പറഞ്ഞത് അവരെന്താണ്? ഞങ്ങൾ ഖനനം നടത്തിയിട്ട്, കാരണം സയ്യിദുനാ സുലൈമാന് BC 923 സുലൈമാന്റെ മരണം. BC 1050 BC 923 ഈ കാലഘട്ടത്തിന്റെ ഉള്ളിലാണ് ഫാറൂഖ്, ദാവൂദ്, സുലൈമാൻ എന്ന 3 ചക്രവർത്തിമാർ വന്നിട്ടുള്ളത്. ഫാറൂഖിന് അറിയില്ലേ? ഫാറൂഖ് പ്രത്യേക ഘട്ടത്തിൽ വന്ന ആളാണ്. ആദ്യ കാലത്ത് ഷംബീലിന്റെ കാലത്ത് ബൈബിളിൽ ഷാമുവേൽ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നബിയുള്ളാഹി ഷംബീലിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന യോദ്ധാവും പടയാളിയും സൈന്യാധിപനുമായിരുന്നു ആര്? ത്വാലൂത്ത്. അദ്ദേഹത്തിന് ശേഷം ചക്രവർത്തിയായ ആളാണ് ആര്? ദാവൂദ്. ദാവൂദിന്റെ പുത്രൻ സുലൈമാൻ. ഇവർ രണ്ടാളെയും വിശുദ്ധ രാജാക്കന്മാരായിട്ട് ജൂതന്മാർ അംഗീകരിക്കുന്നു, നബിമാരായി അംഗീകരിക്കുകയില്ല. കിങ് സോളമൻ, കിങ് ഡേവിഡ് എന്നാ പറയാ. എന്ത് പറയില്ല? പ്രൊഫറ്റ് ഡേവിഡ് എന്നോ പ്രൊഫറ്റ് സുലൈമാൻ എന്നോ പറയില്ല. ഇവൻ രണ്ടാളുടെ നുബുവത്തിനെയും ജൂതന്മാർ നിഷേധിക്കുന്നു. അവർ കിങ്ങാണ്. സോളമനും ഡേവിഡും രണ്ടും കിങ്ങാണ്. കിങ് ഡേവിഡ്, കിങ് സോളമൻ എന്നാ പറയാ. അപ്പോൾ അവരുടെ ഒരു സാങ്കല്പികമായ കിങ് സോളമൻ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ജൂതന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ജൂതക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനാണ് കേൾക്കുക. അതാണ് ഹൈക്കൽ സുലൈമാൻ. സാങ്കല്പികമായ ഒരു ക്ഷേത്രം മാത്രമാണ്. അങ്ങനെ ക്ഷേത്രം ചരിത്രത്തിൽ അത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. പിന്നെ ഈ പാറ കൈവശപ്പെടുത്താൻ രണ്ടാണ് അവരുടേത്. ഇതിന് എല്ലാവരും അംഗീകരിക്കുന്ന പാറയാണ്. ബൈത്തുൽ മുഖദ്ദസ് നമ്മൾ മാത്രം മസ്ജിദ് അംഗീകരിക്കും. അതിന്റെ അപ്പുറത്ത് ഹൈക്കൽ സുലൈമാനിക്ക് വേണ്ടി ജൂതന്മാർ പിന്നെ ട്രഞ്ച് കുഴിക്കുന്നത്. നേരെ പുറത്ത് 500 മീറ്റർ ഇപ്പുറത്താണ് എന്ത്? ഇത് രണ്ട് കൂട്ടർ ഇന്ന് നമ്മളെ കൈവശമാണെങ്കിലും അതിനവർക്കും അവകാശവാദമുണ്ട്. അപ്പുറത്ത് പള്ളിപ്പറമ്പാണ്. 3 വിഭാഗം ആളുകളെയും ഒരേ സമയത്ത് മറവ് ചെയ്യുന്ന ഒറ്റ അവസ്ഥ ലോകത്തുള്ളത് ഫലസ്തീനിൽ മാത്രമാണ്. ലോകത്ത് ഒറ്റ കോമുണ്ട്. 3 വിഭാഗം ആളുകൾ: ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. പള്ളിയുടെ നേരെ തൊട്ട് മുസ്ലിം, അതിനപ്പുറത്ത് ക്രിസ്ത്യാനികൾ, അങ്ങേ താഴ്വരയിൽ ജൂതന്മാരുടെ അവരുടെ വിശ്വാസ പ്രകാരം അവര് ഇത് പാരഡൈസ് സെമിത്തേരി ആയിട്ടാണ് പറയുക. സ്വർഗത്തിലേക്ക് അവസ്ഥാനാണ്. ഏത്? ആ അവസ്ഥാനം. അവിടെ മറവ് ചെയ്യപ്പെട്ട ആളുകൾ നേരെ സ്വർഗത്തിലെത്തുമെന്നാണ് അവരുടെ വിശ്വാസം. അവർക്ക് നരകമുണ്ടെങ്കിലും നരകത്തിൽ ഞങ്ങൾ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നാണ് ആരുടെ വാദം? ഒരിക്കലും ഇല്ല. കുറേ ദിവസങ്ങൾ നരകത്തിൽ കടന്നാലായി. ഞങ്ങളെ പിതാക്കന്മാർ 10 ദിവസം പശുക്കുട്ടിക്ക് ആരാധിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളല്ലാതെ ഞങ്ങൾ ആ എണ്ണപ്പെട്ട ദിവസങ്ങളിലല്ലാതെ നരകത്തിൽ ഞങ്ങളെ സ്പർശിക്കാൻ കഴിയുകയില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ പുത്രപുത്രിമാരാണെന്നാണ് അവരുടെ വാദം. ലോക സമൂഹത്തിൽ ഒറ്റ മതത്തിൽ മാത്രമേ കമ്പത്ത് ചെയ്യാൻ പറ്റാത്തതിലുള്ളൂ. അത് ജൂതത്തിലേക്കാണ്. കാരണം ജൂതന്മാരുടെ പേര് വാദം അവർ അല്ലാഹുവിന്റെ മക്കളാണ്. ക്രിസ്ത്യാനികളുടെ വാദം അവരുടെ പ്രവാചകൻ അല്ലാഹുവിന്റെ പുത്രനാണ് എന്നാണ്. എന്നാൽ ജൂതന്മാരുടെ മാത്രം വാദം അവർ മൊത്തം എല്ലാവരും അല്ലാഹുവിന്റെ പുത്രപുത്രിമാരാണ് എന്ന്. അവർ ചുരുക്കത്തിൽ ഈ പാറയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത്. ഈ പാറ യാതൊരു തർക്കവും വേണ്ട. ഇത് ചില സ്ഥലത്തൊക്കെ പറയുമ്പോ ആളുകൾക്ക്
ആളുകൾക്ക് ഇതൊക്കെ കുറിച്ച് അങ്ങനെ ധാരണ. ആളുകൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ആളുകൾ തലയിൽ കയറൂല. മനുഷ്യരുടെ കേന്ദ്രം അതാണ്. ഏത് തർക്കം തന്നെ. അങ്ങനെ തർക്കം തന്നെയില്ല. ജൂതന്മാരുടെ ഒരു ഭാഗം പ്രോട്ടസ്റ്റാന്റ് എന്ന് പറഞ്ഞാൽ ജന്നത്തു അദനാണ്. ആ സ്വർഗം എന്നത് എന്താണ്? പലസ്തീനാണ്. അവീബ് എന്നാൽ അൽ-ജന്ന. സ്വർഗത്തിന്റെ പേരാണ് എന്ത്? അവീബ്. ഹിബ്രു ഭാഷയിൽ അവീബ് എന്നാൽ സ്വർഗമാണ്. തെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന തെല്ല്, അത് അറബിയിൽ വന്നതാണ്. തെല്ല് എന്ന വാക്കിന്റെ അറബിയുടെ അർത്ഥം ഉയർന്ന ഭാഗം. തെല്ല് ഉയർന്ന ഭാഗം. അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് എന്ത്? തെല്ലവീബ്. അതാണ് അവരുടെ ക്യാപിറ്റൽ. ഇസ്രായേലിന്റെ ക്യാപിറ്റലാണ് എന്ത്? നമ്മൾക്ക് അത് സ്വർഗവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. സ്വർഗവുമായി ബന്ധപ്പെട്ട സ്വർഗം മഹ്ലൂഖത്താണ്. സ്വർഗം ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് സ്വർഗമെന്നല്ല. സ്വർഗത്തെ അടുപ്പിച്ചു കൊടുക്കുമെന്നാണ്. മുത്തഖീങ്ങൾക്ക് സ്വർഗത്തെ അടുപ്പിച്ചു കൊടുക്കും. അപ്പൊ ആ ഗോളം അങ്ങോട്ട് വരും, അവൻ ഗോളം ഇങ്ങോട്ട് വരും, നമ്മൾ ഇവിടുന്നാണ് കയറും, അടർമ്മം ചെയ്യും. നരകം ഇങ്ങോട്ട് വരും, സ്വർഗവും ഇങ്ങോട്ട് വരും. നരകത്തെ കൊണ്ടുവരും മനുഷ്യരിലേക്ക്. നായകത്തിലല്ലോ ദുഃഖത്തിൽ ആ സന്ദർഭത്തിൽ നരകത്തെ കൊണ്ടുവരും. അപ്പൊ മഷറിലേക്ക് ആരെ കൊണ്ടുവരും? നരകത്തെ കൂടെ. ഭയങ്കര നരകം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാണ്, ഉണ്ട്. സ്വർഗവും നരകവും ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കാൻ നിർബന്ധമാണ്. അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. ഇപ്പോൾ സ്വർഗവും ഉണ്ട്. നരകത്തെ മഷറിലേക്ക് കൊണ്ടുവരും, സ്വർഗത്തെ അടുപ്പിച്ചു കൊടുക്കുമെന്ന്. മുത്തഖീങ്ങൾക്ക് സൂക്ഷ്മശാലികളായി ജീവിക്കുന്നവർക്ക് ഭക്തരും സൂക്ഷ്മശാലിയും. ഇതാണ് എന്തിനാ മനസ്സിലായില്ലേ? ഭക്തരും സൂക്ഷ്മശാലികളായ ഭക്തർ, അവർക്കാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. വെറുതെ ഭക്തിയല്ല, അവർക്ക് സൂക്ഷ്മമായ ജീവിതമുണ്ട്. ഏത് കാര്യത്തിലും അവർക്ക് എന്ത് കഴിക്കണം, അവര് സൂക്ഷ്മത കഴിക്കണം. അവസാനത്തിൽ വാർത്തയിൽ, ഇടപാടിൽ, പ്രവർത്തിയിൽ, ബന്ധത്തിൽ എല്ലാവരും സൂക്ഷ്മത കഴിക്കണം. അങ്ങനത്തെ ഭക്തരാണ് മുത്തഖീങ്ങൾ. സ്വർഗത്തെ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവർ ഭക്ഷണം നീക്കവേ അവരോട് പറയപ്പെടും. പറഞ്ഞെങ്കിൽ എന്താണ്? അടുത്ത് ഇത് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഖേദിച്ചു മടങ്ങുകയും സൂക്ഷിച്ചു ജീവിക്കുകയും ചെയ്യുന്ന ആർക്കും ഇത് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. സൂക്ഷിച്ചു ജീവിച്ചവർ എന്നാൽ അസാന്നിധ്യത്തിൽ പോലും അള്ളാഹുവിനെ ഭയപ്പെട്ടു കഴിഞ്ഞവർ. അസാന്നിധ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടു കഴിഞ്ഞവർ എന്ന് പറഞ്ഞാൽ അർത്ഥം ആരും കാണാത്ത നേരത്തെ പോലും അവരാരെ പഠിച്ചിട്ടുണ്ട്. ആരെയും കാണും മാത്രമല്ല, കാണാത്ത നേരത്തെ അക്ഷറിലേക്ക് അവരെ ഖേദിച്ച ഹൃദയത്തോടുകൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഖേദിച്ചവരാണ്. ആ ജീവിതത്തെ എന്തോ അബദ്ധം പറ്റിപ്പോയാൽ നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്? ദുനിയാവിൽ തന്നെ ഖേദിച്ച് ജീവിച്ചു എന്നോ അബദ്ധം പറ്റിപ്പോയതിന്റെ പേര് സൃഷ്ടികളോടും സ്രഷ്ടാവിനോടും മാറുക. സൃഷ്ടികളോട് മാറുക, സ്രഷ്ടാവിനോട് മാറുക. അവരാണ് മുനിയും ഖേദിച്ചു ജീവിച്ചത്. من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود قافل لنا ഈ കാഫത്തിന്റെ അവസാന ഭാഗത്തുണ്ട്. ഞാൻ ആദ്യം മറ്റത് കാണിച്ചാൽ ഏത് പുസ്തകങ്ങളിൽ 41 ലാസ്റ്റ് പുസ്തകം
ഓ മനുഷ്യ, നീ ശ്രദ്ധിച്ചു കേട്ടോ. യൗമയുനാദിൽ മുനാദി, നീ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ. അതായത് ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടി നിൽക്കുന്നതിനാണ് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. വസ്തുക്കളെ നീ ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നു. യൗമയുനാദിൽ മുനാദി, വിളിച്ചു പറയുന്ന ആൾ വിളിക്കുന്ന ആളിനെ എവിടുന്നാണ് വിളിക്കുക? മക്കാനിൽ കരീബ്, തൊട്ടടുത്ത നാട്ടിൽ നിന്ന് വിളിക്കും. മക്കക്കാർക്ക് ഇറങ്ങിയ ആയത്താണ്. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രദേശങ്ങളും അകലെയാണെങ്കിലും തൊട്ടടുത്തത് പോലെയാണ്. ഒന്ന് ഷാമും ഒന്ന് യമനും. ഷാമിന്റെ ഹൃദയമാണ് ഫലസ്തീൻ. മനസ്സിലായില്ലേ? അപ്പൊ തൊട്ടടുത്ത പ്രദേശം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന നാട് ഏതാണ്? ഫലസ്തീൻ. രണ്ട് പ്രദേശം അവർക്ക് തൊട്ടടുത്താണ്. അവർക്ക് ഒരു മാസത്തെ ദൂരം ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടെങ്കിലും വർഷത്തിൽ ഒരു തവണയെങ്കിലും അവരവിടെ പോയി വരുന്നുണ്ട്. മാത്രമല്ല അവരുമായി അവിടെ കച്ചവട ബന്ധവും വിവാഹ ബന്ധവും അവർക്ക് നിലനിൽക്കുന്നുണ്ട്. പല കാര്യങ്ങളും ആ നാട്ടുമായി ബന്ധപ്പെട്ട് ഒരു തവണയൊന്നുമല്ല, ഷാമിലേക്ക് വഴി പോയി അവർ ഡമസ്കസ് വരെ പോയിട്ട് തിരിച്ചു വരും. അപ്പൊ രണ്ട് യാത്രയിലുണ്ടാകും. 2-3 പ്രദേശങ്ങൾ, ഇന്നത്തെ ഫലസ്തീന്, ഇന്നത്തെ ജോർദാന്, ഇന്നത്തെ സിറിയ, ഇതെല്ലാം ഒരു യാത്രയിൽ കിടക്കും. ഒരു യാത്രയിലോ നേരെ ഇങ്ങനെ പോയിട്ട് നജ്റാൻ വഴി അവിടെ പോകും, യമനിൽ പോയി വരും. ഈ 2 യാത്രയാണ് വർഷത്തിൽ ഇവർ സംഘടിപ്പിച്ച്. ഇതിൽ നിന്നാണ് ഉപജീവന മാർഗം ആർക്ക്? മക്കക്കാർക്ക്. അവർക്ക് അവരുടെ മുന്നിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അപ്പൊ മനസ്സിലാകാൻ പറഞ്ഞ അപ്പൊ അവർക്ക് സ്വന്തം നാട് പോലെ. അതിലൂടെ 12 വയസ്സായ കുട്ടിയായ സമയത്തല്ലേ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ ത്വാലിബ് കൊണ്ടുപോകുന്നത്. ആ സ്ഥലം ജോർദാനിലാണ്, ഇപ്പോഴും ഉണ്ട്. മനസ്സിലായില്ലേ? അത് ഇപ്പോഴും ഉണ്ട്. ബുസ്ര ഷാം എന്ന് പറയും. ബുസ്ര എന്ന പ്രദേശമാണ്. അവിടെ നിന്നാണ് ഒരു ക്രിസ്ത്യൻ മൊനാസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരു പാതിരി ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകണം ഡമസ്കസിലെ. മേഘം തണലിടുന്നതൊക്കെ അയാൾ കണ്ടു. ഇറങ്ങി ഈ കുട്ടി ഈ അടക്കമുള്ള യാത്രാ സംഘം വന്നിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള യാത്രാ സംഘം വന്നിട്ട് ഈ മൊനാസ്ട്രിയുടെ പരിസരത്തുള്ളവര് മരത്തിന്റെ ചോട്ടിൽ തൽക്കാല വിശ്രമത്തിന് വേണ്ടി തമ്പടിക്കും. അപ്പോൾ പിന്നെ ഈ പാതിരി പറഞ്ഞേക്കും, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണ്ട, നിങ്ങൾ വിശ്രമിച്ചോളൂ, ഭക്ഷണം ഞങ്ങൾ ചർച്ചിൽ ഉണ്ടാക്കാം, പിന്നെ ഞങ്ങൾ ഭക്ഷണമായിട്ട് വിളിക്കാം. അങ്ങനെ ഇവര് ചർച്ചിൽ ഭക്ഷണം ഉണ്ടാക്കും. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പിന്നെ വിളിക്കും. അങ്ങനെ വരും. വരുന്ന സമയത്ത് റസൂല പോവില്ല. റസൂല അവിടെ തന്നെ ഇരിക്കും. 12 ചെറിയ കുട്ടിയാണ്. അങ്ങനെ ഈ പാതിരി ഇങ്ങനെ ഓരോരുത്തരെയും നോക്കും. എല്ലാവരും വരണം എന്നറിയും. എല്ലാവരും വന്നു എന്ന് പറയും. അപ്പൊ പറയും എല്ലാവരും വന്നിട്ടില്ല എന്നറിയും. ആര്? പാതിരി. നിങ്ങളെ കൂട്ടത്തിൽ ഇനിയും വരാൻ ആളുണ്ട് എന്നറിയും. അല്ല ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്, അല്ല നിങ്ങൾ വരാൻ ഇനി ആളുണ്ട്. അപ്പൊ പറയും ഞങ്ങളെ അടുത്ത് പിന്നെ ഇനി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് യാത്രയിൽ ഞങ്ങളെ അനുഗമിക്കുന്ന ഒരു കുട്ടി ചെരക്കിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, അതല്ലാതെ ആരും ബാക്കിയില്ല എന്ന്. അപ്പൊ പറഞ്ഞ ആ കുട്ടിയെ തന്നെയാണ് വേണ്ടത്, കുട്ടിയെ കൊണ്ടുവരുന്നത്. അങ്ങനെ കുട്ടിയെ കൊണ്ടുവരും. കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ചർച്ചിലെത്തുമ്പോൾ ആരാണ് ഈ കുട്ടിയെ രക്ഷിതാവെന്ന് ചോദിക്കും. അപ്പൊ അബൂ താലിബ് മുന്നോട്ട് വരും. അപ്പൊ അബൂ താലിബിനോട് ഇയാൾ പറയും, ഈ പാതിരി പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ ഭക്ഷണം കഴിച്ച് തിരിച്ചു കൊണ്ടുപോകണം, ഡമസ്കസിലേക്ക് കൊണ്ടുപോകരുത്. ഷാമിലെ സിറിയയിലെത്തിപ്പോയാൽ അവിടെ ജൂതന്മാർക്ക്, അക്കാലത്ത് ജൂതന്മാർക്ക് ഭയങ്കര ഹാൻഡുള്ള പ്രദേശമാണത്. അവർ കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടിയെ കൊലപ്പെടുത്തും. ഈ കുട്ടിയാണ് വേദഗ്രന്ഥത്തിൽ പറയപ്പെടുന്ന ഇനി വരാനുള്ള പ്രവാചകൻ, ഈ കുട്ടിയാണ്. അപ്പൊ അവിടെ കൂടി ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ പറയും, ഈ സംഘം മലയിറങ്ങി വരുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നു. ഞാനങ്ങനെ നോക്കി നിൽക്കുമ്പോ മേഘങ്ങൾ തണലിട്ട് ഇങ്ങനെ ഈ യാത്രാ സംഘത്തിന്റെ കൂടെ വരുന്നത് കണ്ടു. അപ്പൊ ഇവരിൽ ഏതോ പ്രധാനപ്പെട്ട ആളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ്. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങളെ എല്ലാരെയും വിളിച്ചപ്പോ നിങ്ങളെ കൂട്ടെ മേഘമൊട്ട് വന്നിട്ടുമില്ല. അതാണ് ഞാൻ എന്ത് പറഞ്ഞത്, നിങ്ങളെ കൂട്ടത്തിൽ ഇനിയും ആളുണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഈ യാത്രാ സംഘത്തിന്റെ കൂടെ മേഘം ഇങ്ങനെ തണലിട്ട് പോകുന്നുണ്ട്, ഇത് ഇയാൾ കണ്ടു. അപ്പൊ ഇയാൾ കണ്ടപ്പോ ഇയാൾക്ക് മനസ്സിലായി ഇതിന് ആരോ ഒരാൾ പ്രധാനപ്പെട്ട ആളുണ്ട്. അപ്പൊ അങ്ങനെ ഭക്ഷണം ഒരുക്കിയത്. ഭക്ഷണത്തിന് വന്നപ്പോൾ ആ കൂട്ടത്തിൽ മേഘോട്ട് വന്നതുമില്ല. അപ്പൊ ഇയാൾ മനസ്സിലാക്കി ആള് ബാക്കിയുണ്ട്. പിന്നെ റസൂലുള്ളാഹിനെ കൊണ്ടുവന്നു. അപ്പൊ വേഗം കൂടെ വന്നും ചെയ്ത് ആ കുട്ടിയെ തിരിച്ചു. അത് ആ യാത്രയിലാണ്, ഈ ഷാമിലേക്കുള്ള യാത്രാ മധ്യാണ് ഇതൊക്കെ സംഭവങ്ങളൊക്കെ. അതിപ്പോഴും ജോർദാനിലാണ്. ബുസ്ര ഷാം ജോർദാന് അമ്മാൻ എയർപോർട്ടിൽ നിന്ന് ഏകദേശം അടുത്താണ്. അതിന് ആ ഏരിയക്ക് ഇപ്പോൾ കർക്ക് എന്ന് പറയും. കർക്ക് എന്നാണ് പറയാം. ഫലസ്തീൻ ജോർദാനിലെ ഒരു പ്രദേശമാണ്.
ഈ ഏരിയ. അപ്പൊ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ യൗമ യുനാദിൽ മുസ്തമിഇ, നീ ശ്രദ്ധിച്ചു കേട്ട് ശ്രദ്ധിച്ചു നിന്നോ. കേൾക്കാൻ ഒരുങ്ങി ശ്രദ്ധിച്ചു നിന്നോ. യൗമ യുനാദിൽ മുനാദി, വിളിക്കുന്ന ആൾ വിളിക്കുന്ന നാളിനെ. മിൻ മക്കാനിൻ ഖരീബ്, തൊട്ടടുത്ത നാട്ടിൽ നിന്ന് ആ ആൾ വിളിക്കും. ആരാണ് ഈ വിളിക്കുന്ന ആൾ? ഇസ്രാഫീൽ. ഈ വിളിക്കുന്ന ആൾ ഇസ്രാഫീലാണ്. തൊട്ടടുത്ത നാട് ഫലസ്തീനാണ്, അവിടെയുള്ള പാറക്കല്ല്. പിന്നെ പൂർത്തിയാക്കി കളി. അതാണ് യൗമ യസ്മഊന സയ്അ ബിൽ ഹഖ്, സത്യമായിട്ടും ആ അട്ടഹാസം അവർ ആ കേൾക്കുന്ന നാളിനെ. യൗമ ഒരു നാളിനെ, യസ്മഊന അവരെല്ലാം കേൾക്കും, അൽ അസ്ഹത്ത ആ അട്ടഹാസത്തെ, ബിൽ ഹഖ് യാഥാർത്ഥ്യമായിട്ടും. അന്ന് ഭൂമുഖത്തുള്ള എല്ലാവരും എന്ത് കേൾക്കും? ഈ അട്ടഹാസം കേൾക്കും. ദാലിക യൗമുൽ ഖുറൂജ്, അതാണ് പുറപ്പെടേണ്ട നാൾ, അതാണ് പുറപ്പെടേണ്ട ദിവസം. എങ്ങോട്ട് പുറപ്പെടുക? മഹ്ശറിലേക്ക് പുറപ്പെടുക. പിന്നെ ഇന്ന, തീർച്ചയായും നാം ആണ്, നഹ്നു നാം തന്നെയാണ്, നുഹ്യി ജീവിപ്പിക്കുന്നത്, വനുമീതു നാം തന്നെയാണ് മരിപ്പിക്കുന്നത്, വഇലൈനൽ മസീർ എല്ലാത്തിന്റെയും എത്തിച്ചേരലും നമ്മിലേക്കാണ്. അതാണ് ഇപ്പൊ പറഞ്ഞ ഉത്ത്, അതാണ് ആ ഉത്ത്. യൗമ തശഖഖുൽ അർളു അൻഹും, ഭൂമി അവരെ തൊട്ട് പൊട്ടിപ്പിളരുന്ന നാളിൽ, സിറാൻ വളരെ പൊടുന്നനെ, പെട്ടെന്ന് പൊട്ടിപ്പിളരും. അതായത് പറഞ്ഞല്ലോ എന്ത്? വായില് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, വായിലേക്ക് ഉരുള ഉരുട്ടിയ ആൾക്ക് വായിലെത്തിക്കാൻ കഴിയില്ല, അപ്പോഴത്തിന് ഇത് തകർന്ന് തരിപ്പണോ. പിന്നെ അതാണ് സമ്മേളനം. അലൈന യസീർ, അതെല്ലാം നമുക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എനിക്കതൊന്നും എന്തല്ല, ഒരു പ്രയാസമല്ല, എനിക്കത് പ്രയാസമല്ല. പിന്നെ സിറാൻ, പെട്ടെന്ന് യൗമ തശഖഖുൽ അർളു, യൗമ ഒരു നാളിനെ, ആ ഒരു നാളിലാണ് ഇതെല്ലാം സംഭവിക്കുക. തശഖഖുൽ അർളു അൻഹും, അവരെ തൊട്ട് ഭൂമി പൊട്ടിപ്പിളരും. സിറാൻ, പെട്ടെന്ന്. ദാലിക ഹശ്റുൻ, അതാണ് സമ്മേളനം. അലൈന യസീർ, അതെല്ലാം നമ്മുടെ മേൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, ഈ അവിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തെ കൊണ്ടും എനിക്കറിയാം. എന്താണ് ഇവർ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതൊന്നും സംഭവിക്കൂല എന്നല്ലേ ഇവർ പറയുന്നത്, അതെല്ലാം എനിക്ക് അറിയാം. വമാ അൻത അലൈഹിം ബിജബ്ബാരിൻ, നിങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപതിയല്ല. അവര് പറയുന്നത് പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, ബാക്കി പിന്നെ അവരും ഞാനും തമ്മിലുള്ള ഉത്തരവാദിത്തമാണ്. മനസ്സിലായി പറഞ്ഞത്? അള്ളാഹ് പറയാ, നബിയോട് പറയാ, നബി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സത്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത മാത്രമേ പ്രബോധകന് ഉള്ളൂ, അടിച്ചേൽപ്പിക്കേണ്ട ബാധ്യത ഇല്ല. വമാ അൻത അലൈഹിം ബിജബ്ബാരിൻ, താങ്കൾ നബിയെ അവരുടെ മേൽ ഒരിക്കലും ഒരു അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപതിയല്ല. ജബ്ബാർ ഏകാധിപതി, ആശയങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപതികൾക്കാണ് എന്ത് പറയാ? ജബ്ബാർ. അങ്ങനെ അതാണ് ഖുർആനിലെ ഭയങ്കര ആയത്താണ് ഈ ആയത്ത്. ഖുർആനിലെ ഭയങ്കര ആയത്താണ് ഈ ആയത്ത്. ഫദക്കിർ, അതുകൊണ്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. ബിൽ ഖുർആൻ, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തണം. ചില ആളുകളെ യഖാഫു വഈദ്, അവർ താക്കീദിനെ പേടിക്കുന്നവരാണ്. അവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, മൊത്തത്തിലെ ആളുകളോട് ഖുർആൻ പറഞ്ഞിട്ട് കാര്യമല്ല. ഫദക്കിർ, അതുകൊണ്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. ബിൽ ഖുർആൻ, ഖുർആൻ ഉദ്ധരിച്ചിട്ട് ഓർമ്മപ്പെടുത്തണം. ചില ആളുകളെ യഖാഫു, അവർ ഭയപ്പെടും. താക്കീത്, വാഗ്ദത്തം, താക്കീത്, വാഗ്ദത്തം. മനസ്സിലായില്ലേ? പറഞ്ഞല്ലേ? വഅദ് എന്നാൽ വാഗ്ദത്തം, വഈദ് താക്കീത്. താക്കീദിനെ പേടിക്കുന്നവർക്ക് ഖുർആൻ ഓതി ഓർമ്മപ്പെടുത്തി കളി. അവർ ഖുർആൻ കേട്ടാൽ ഭയപ്പെടും. ഭയപ്പെടാത്ത ആളുകളോട് ഖുർആൻ ഓതിയിട്ടോട്ട് കാര്യമില്ല. എന്നാലോ നമ്മളെ ഉത്തരവാദിത്വം തീരാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം, അടിച്ചേൽപ്പിക്കണ്ട. അവരടിച്ചേൽപ്പിച്ചാലും തലേക്ക് കയറൂല. അടിച്ചേൽപ്പിക്കേണ്ട ബാധ്യത നമുക്കോട്ട് ഇല്ലതാണ്. മനുഷ്യൻ സ്വതന്ത്രനാണ്, സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ. സത്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത സത്യം അറിയുന്നവനുണ്ട്. മറ്റൊന്ന് സ്വീകരിക്കും ചെയ്യാം, സ്വീകരിക്കാതിരിക്കും ചെയ്യാം, അടിച്ചേൽപ്പിക്കും വേണ്ട. ഖാഫിന്റെ ലാസ്റ്റാണ്, ഭയങ്കര ആയത്താണ് ഈ ആയത്ത്. ഏതായത്ത്? ഭയങ്കര ആയത്താണ്. ഖുർആന്റെ ഒരു സത്യമാണത്. ആർക്കാണ് ഈ ഖുർആൻ? ഫദക്കിർ, നബിയെ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. ബിൽ ഖുർആനെ, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തണം.
അപ്പൊ ഖുർആൻ ഇത് ഒരുപാട് കാര്യമുണ്ട്. ഒന്ന് മനുഷ്യന്മാർക്ക് തമ്മിൽ തർക്കങ്ങളും വിതർക്കങ്ങളും തല്ലുകൂടലും ഉണ്ടാക്കാനുള്ളതല്ല എന്ത് ഖുർആൻ. ഖുർആൻ എന്തിനാണ്? നാളത്തെ ഭയപ്പെടുത്താനുള്ള ഓർമ്മക്ക് വേണ്ടിയാണ്. ഫദക്കിർ നബിയെ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. ബിൽ ഖുർആൻ, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തണം. ചില ആളുകളെ യഖാഫു അവർ ഭയപ്പെടുന്നു, വഈദ് താക്കീദിനെ ഭയപ്പെടുന്നവർക്ക് ഖുർആൻ കൊണ്ട് ഓർമ്മപ്പെടുത്തുക. അവർക്ക് ഖുർആൻ ഉപകരിക്കുള്ളൂ, അല്ലാത്തവർക്ക് ഉപകരിക്കൂല. എല്ലാവരും മനുഷ്യൻ തന്നെ അല്ലല്ലോ. നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങളോടാണോ പറഞ്ഞത്? ഈ ആഴ്ച ഞാൻ ആരോടോ പറഞ്ഞല്ലോ, മൊത്തം മനുഷ്യരും ആരല്ല. മൊത്തം മനുഷ്യരും മനുഷ്യരല്ല. മൊത്തം മനുഷ്യരല്ലാതെ നിങ്ങൾ മനുഷ്യരാന്ന് തന്നെ ആദ്യം പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ മനുഷ്യരല്ല എന്ന് എങ്ങനെ പറയാം? അതായത് മനുഷ്യനായി തോന്നിപ്പിക്കുന്ന മൊത്തം ജനങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യരല്ല. അതെങ്ങനെ മനുഷ്യരാവുക? മനുഷ്യർ എന്ന് പറഞ്ഞാൽ 3 അവയവം ഉപയോഗപ്പെടുത്തുന്നവരാണ് മനുഷ്യർ. 1 കണ്ണ്, 1 ചെവി, 3 ഹൃദയം. ബസ് അത്ര തന്നെ. 3 അവയവം ഉപയോഗപ്പെടുത്തുന്നവരാണ് മനുഷ്യർ. മനസ്സിലായില്ലേ? മസ്തിഷ്കം ഉപയോഗപ്പെടുത്തി കണ്ണിലൂടെയും കാതിലൂടെയും നേടിയിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇതാണ് മനുഷ്യന്റെ ധർമ്മം. ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്ന ആളുകളെ ആരാണ്? മനുഷ്യനാണ്, മറ്റൊരു മനുഷ്യരല്ല. മനുഷ്യ കോലങ്ങളാണ്, മനുഷ്യരല്ല. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. പിന്നെ അങ്ങനെ മനുഷ്യന്മാരാവുക? നരകത്തിൽ പോകുന്ന മനുഷ്യരുണ്ട്. അവരാരാണ്? അവർ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർ അറിയേണ്ടത് അറിഞ്ഞുകൊണ്ട് അവർ ഹൃദയത്തിൽ സൂക്ഷിക്കൂല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, യഥാർത്ഥം കാണാൻ വേണ്ടി അവർ കണ്ണിനെ ഉപയോഗപ്പെടുത്തൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, യഥാർത്ഥം കേൾക്കാൻ വേണ്ടി അവർ ചെവിയും ഉപയോഗപ്പെടുത്തൂല. ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. ബൽഹും അളൽ, അല്ല, മൃഗങ്ങളെക്കാൾ മോശം. മൃഗങ്ങൾ തങ്ങളെ എന്തിന് സൃഷ്ടിക്കപ്പെട്ടതോ അതിനുവേണ്ടി അവയവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരാണ്. അത് ഉപയോഗപ്പെടുത്താത്തവർ ആരല്ല? പറയകുട്ടി, ആരല്ല? മനുഷ്യക്കോലങ്ങൾ. ഉലൈക കൽ അൻആം, ഉലൈക കൽ അൻആം. മൃഗം. ബൽഹും അളൽ, അവർ മൃഗത്തെക്കാൾ മോശമാണ്. പിന്നെ അങ്ങനെ മനുഷ്യരാവുക? അവർ മനുഷ്യരാവില്ല. താക്കീദിനെ ഭയപ്പെടുന്ന ആളുകൾ മാത്രമാണ് സത്യത്തിൽ ആര്? മനുഷ്യർ. മനുഷ്യർക്ക് 3 അവയവമാണ്. 3 അവയവം. 1 അത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതെന്നെ ഒടുക്കത്തിലും പറഞ്ഞല്ലോ. ഒരു നിലക്ക് പോയാൽ ഒറ്റ അവയവം, ഒരു നിലക്ക് പോയാൽ ഹൃദയം. ഹൃദയത്തിന്റെ കാരിയർമാരാണ് 2 ആളുകൾ. ആര്? അത് ചില സ്ഥലത്ത് കണ്ണും ചെവിയും പറയും, ചില സ്ഥലത്ത് ഹൃദയവും പറയും. ചില സ്ഥലത്ത് കണ്ണ് പറയും, ചില സ്ഥലത്ത് ചെവി പറയും, ചില സ്ഥലത്ത് കണ്ണും ചെവിയും പറയും, ചില സ്ഥലത്ത് 3ഉം പറയും. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം വഗിശാവ. കഴിഞ്ഞ്. ഇതാണ് വിമർശന വിധേയമായി ആദ്യം പറയുന്ന ആയത്ത്. ഇന്നല്ലദീന. അല്ലേ? എന്താണ് ഉറങ്ങുന്നത്? എത്ര കാലായി ഇതൊക്കെ കേൾക്കുന്നത്? മനസ്സിലാവുന്നല്ലേ പറഞ്ഞത്? 20 ആയത്താണ് ഖുർആന്റെ ഹെഡ്ലൈൻസ് ഓഫ് ഖുർആനായ ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആൻ മാനവ സമൂഹത്തിന്റെ നേർക്ക് 20 ആയത്താണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അൽ ബഖറ 286 ആയത്താണ്. അതിൽ തുടക്കത്തിൽ ഒരു കാര്യങ്ങളും പറയാതെ 20 ആയത്ത് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ആയത്തിന്റെ അർത്ഥം അല്ലാഹു അഅലം, നമുക്കറിയില്ല. പിന്നെയുള്ള 4 ആയത്ത് സത്യവിശ്വാസികളെ പ്രശംസിക്കുന്നു. എത്രയായി ഇപ്പോ? 5. ഇനി 2 ആയത്ത് സത്യത്തിനെ പൂർണ്ണമായി അവഗണിച്ച് കളയുന്നവരെ വിമർശിക്കുന്നു. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതുഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അവരെന്താണെങ്കിലും വിശ്വസിക്കൂല. കാരണം ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ ഗിശാവ വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അലീം. അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടായിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ അപ്പൊ എത്രയായി? 7. പിന്നെ 13 ആയത്ത് കപട വിശ്വാസികളെ ആക്ഷേപിക്കുന്നു.
പിന്നെ ആരാധന കർമ്മങ്ങളിലേക്ക് പുറത്തിറക്കാണ് 21-ാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും എന്നത് 21-ാമത്തെ ആയത്ത്. അതുവരെ ആരാധനാ കാലങ്ങളെ പറ്റി പറയണേ ഇല്ല. ഈ 20 ആയത്താണ് മൊത്തം ഖുർആന്റെ ബേസ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതിൽ ആദ്യം തന്നെ വിമർശിച്ച് പറഞ്ഞ അവരുടെ ചാർജ് ഷീറ്റ് എന്താ? പറകുട്ടി അവർക്ക് 3 അവയവങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല. കണ്ണിനെ കണ്ണ് ഉപയോഗപ്പെടുത്തേണ്ടതിന് ഉപയോഗപ്പെടുത്തിയില്ല. ചെവി ഉപയോഗപ്പെടുത്തേണ്ടത് ഉപയോഗപ്പെടുത്തിയില്ല. പിന്നെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കേണ്ട നല്ല കാര്യങ്ങൾ അവർ സൂക്ഷിച്ചിട്ടില്ല. അപ്പോൾ ആ നന്മയുടെ സംസ്കാരവും അവർക്കില്ല. അവർക്ക് എന്താണെങ്കിലും നശിക്കും. മനുഷ്യരെ പറ്റി പറഞ്ഞിട്ട് തന്നെ ഈ 3 കേന്ദ്രമാണ് എന്ത് ഹൃദയം. ഈ 3 കേന്ദ്രമാണ് ഹൃദയം. ഇവരുടെ എല്ലാം അടയാളമാണ് നാവ്. മനസ്സിലായില്ലേ? ഇതിന് 3 അടയാളമാണ് നാവ്. നാവ് പറഞ്ഞാൽ ഒന്നുമല്ല. നാവ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാല്, നാവിനെ പറ്റി പറഞ്ഞത് വിളമ്പുന്നതിന് മുമ്പ് തന്നെ ഉള്ളിലുള്ളത് ഇപ്പൊ മൂടിയിട്ട് തുറന്ന് പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മൂടി ഇങ്ങോട്ട് തുറന്ന് അപ്പൊ മൂടി തുറക്കുന്നതോടുകൂടെ നമുക്ക് എന്ത് കിട്ടും? അതിനൊരു വാസന കിട്ടും. അപ്പൊ ഉള്ളിലുള്ളത് എന്താന്ന് മനസ്സിലാക്കും. എന്ത്? ഈ മൂടി അല്പം തുറ. ഈ പണിയാണ് ആരുടേത്? നാവിൻ്റെത്. നാവ് സത്യത്തിൽ ഒന്നും ആളല്ല. നാവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മൂടിയ നമ്മൾ ബിരിയാണി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് വെറുംചോറ് വന്നിക്കണമെങ്കിൽ മൂടി ആക്ഷേപിക്കണം. ഇത് അറിയിച്ചെന്ന ആളാണ് ആര്? മൂടി. ബഹുമാനപ്പെട്ട മൂടിയാണ് ഇത് അറിയിച്ചെന്നത്. ഇത് മൂടിയുടെ കുറ്റാണോ? എന്തോ ഒരു പൊട്ടന്മാരാണ് ഇവര്. മനസ്സിലായില്ല? ഇത് നമ്മൾ ബിരിയാണി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളച്ചോറാണ് എന്ന് മനസ്സിലായി മൂടിയിൽ തുറന്നപ്പോൾ. ഇത് നിങ്ങൾക്ക് അറിയിച്ചെന്നത് ആരാണ്? പാവം മൂടിയാണ്. മൂടി കുറ്റക്കാരനാണോ? അല്ല. അങ്ങനെയാണ്. മൂടി തുറക്കേണ്ടി വരും. തുറന്നാൽ ഉള്ളിലുള്ളത് തിരിയും. ഇതാണ് സത്യത്തിൽ ഒറ്റ അവയവുള്ളൂ. അതെന്താ? ഹൃദയാണ്. മറ്റു 2 കാരിയർമാരുമാണ്. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമീന. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 2 അവയവമാണ്. പിന്നെയും ചുരുക്കിയാണ്. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു. നല്ല കവിതയാണ്. നല്ല അറബി കവിതയാ. ഭയങ്കര രസമുള്ള കവിതയാ. ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പകുതി നാവും പകുതി ഹൃദയവുമാണ്. ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. പിന്നെ ശേഷിപ്പുള്ളത് രൂപത്തിന്റെയും മാംസത്തിന്റെയും ഭാഗം മാത്രം. അതൊരു വിലയില്ലാത്തതാണ്. അത് മനുഷ്യനെ കണക്കാക്കണ്ട. ഒരു കവിതയാ. അതെ അതെ. രക്തത്തിന്റെയും ഇല്ല സൂറത്തുൽ ലഹ്മി വദ്ദമി. രക്തത്തിന്റെയും മാംസത്തിന്റെയും രൂപങ്ങളാണ്. രക്തത്തിന്റെയും മാംസത്തിന്റെയും രൂപത്തിന് ഒരു വിലയില്ല. മനുഷ്യൻ 2 എണ്ണാണ്. ഒന്നെന്ത്? ഒന്ന് നാവ്, ഒന്ന് ഹൃദയം. നാവ് എന്തിനാ? ഉള്ളിലുള്ളത് പുറത്തറിയാൻ. ഹൃദയം യഥാർത്ഥത്തിൽ സൂക്ഷിക്കാൻ. ഖുർആൻ മൊത്തം കൊണ്ടുവന്നിട്ട് കുപ്പിയിൽ അടച്ചിട്ട് വിട്ടല്ലോ അവസാനത്തെ സൂറത്തിൽ. അവസാനത്തെ സൂറത്ത് മൊത്തം കുപ്പിയിൽ അടച്ചുപോയി. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മൊത്തം കൊണ്ടിട്ട് ഒറ്റ കുപ്പിയിൽ അടച്ചിട്ട് പൂട്ടി. എന്തൊരു കിതാബ്! ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്. പിന്നെ കൂട്ടത്തിൽ പറഞ്ഞാണെങ്കിൽ മനുഷ്യരെ നിങ്ങൾ ഈ മൊത്തം അവയവങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ ബേജാറാവണ്ട. ഒരു അവയവം സൂക്ഷിച്ചാൽ മതി. പിന്നെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരി. നെഞ്ച് നാശാവണം നോക്കിയാൽ മതി. നെഞ്ചിന്റെ ഉള്ളിലാണ് ഹൃദയം. അതെ അതെ. വാളിനേക്കാൾ മൂർച്ചുണ്ട് നാവിന്. പക്ഷെ വാള് നിരപരാധിയ.
നാവും നിരപരാധിയാ, ഫുആദാണ് പ്രശ്നം. ആ സത്യത്തിൽ കൊന്നത് അച്യുതനാണെങ്കിലും കൊലയാളി കത്തിയല്ല. മനസ്സിലായില്ല? കൊന്നത് അച്യുതന്റെ കത്തിയ, പക്ഷെ കൊലയാളി ആരല്ല? കത്തിയല്ല. അച്യുതന്റെ കത്തിയാണ് എന്ത് ചെയ്തത്? പറയടാ, അച്യുതന്റെ കത്തിയാണ് കൊന്നത്, പക്ഷെ കൊലയാളി ആരല്ല? കത്തിയല്ല. കൊലയാളി ബഹുമാനപ്പെട്ട അച്യുതൻ തന്നെ. അച്യുതന്റെ തടിമലോ അച്യുതന്റെ കയ്യുമ്മലോ തടിമലോ ഒരു തുള്ളി ചോര പോലും പറ്റിയായിട്ടില്ല. ചോര ആയത് മുഴുവനും കത്തിമല. കത്തി നിരപരാധിയാണ്. കത്തി മാപ്പ് സാക്ഷിയാണ്. കേസ് കഴിഞ്ഞിട്ട് കത്തി മടക്കി കൊടുക്കുള്ളൂ മാത്രം. മുപ്പർക്ക് അവിടെയും പൊരയിലാണെങ്കിൽ ഉറങ്ങാം, കോടതിയിലാണെങ്കിലും ഉറങ്ങാം, അത്ര തന്നെ. അപ്പൊ എന്നതുപോലെ അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളെ വണ്ടി, നിങ്ങൾ മോട്ടോർ സൈക്കിൾ പോയിട്ട് വേറെ തന്നെ കാറിന് ഇടിച്ച്, നിങ്ങളെ കാറ് പോയി വേറെ തന്നെ കാറിന് ഇടിച്ചിട്ട് എന്ത് ചെയ്ത്? ഇടിച്ചു കഴിഞ്ഞ് മറ്റോന്റെ പെണ്ണുങ്ങൾ ഓന്റെ മോട്ടോർ സൈക്കിളിന്റെ ബാക്കിൽ നിന്ന് വീണ് നിങ്ങളെ കാറ് കൊണ്ടിട്ട് മറ്റോന്റെ മോട്ടോർ സൈക്കിളിൽ കുത്തി. ഇപ്പൊ മറ്റോ മോട്ടോർ സൈക്കിളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കാറിനല്ലല്ലോ ചവിട്ടുക. മനസ്സിലായില്ല? പറയും മനുഷ്യന്മാരെ, മറ്റോന്റെ പെണ്ണുങ്ങൾ റോട്ടിൽ വീണടന്ന് എണീപ്പിക്കാട്ടെ ഓൻ മോട്ടോർ സൈക്കിളിൽ ഇറങ്ങി ആദ്യം ചവിട്ടല് വല്ലാത്തൊരു കാറിന് ചവിട്ടാനില്ല. കാറിന് ചവിട്ടിയാൽ നമുക്ക് നഷ്ടമല്ലല്ലോ. ഇൻഷുറൻസ് കമ്പനിയല്ലേ തരിക. വേഗം മറ്റോനെ പിടിക്കും. നബനതിൽ നിരപരാധിയാണ്. പ്രത്യക്ഷത്തിൽ പരാതിയായിട്ട് ആരാ? മോട്ടോർ സൈക്കിളാണ്. പക്ഷെ മോട്ടോർ സൈക്കിളോ കാറോ അല്ല. പരാതി ആരെന്നെ? അതിനെ നിയന്ത്രിക്കുന്ന ആളാ. മനുഷ്യൻ ഇത് മൊത്തം എങ്ങനെയാണെങ്കിലും അവനെ നിയന്ത്രിക്കുന്ന ആൾ അവന്റെ ഹൃദയമാണ്. അപ്പൊ ഈ ഹൃദയത്തിന്റെ വിഷയമുള്ളൂ. അതാണ് വദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. താക്കീദിനെ ഭയപ്പെടുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ. അവർക്ക് ഖുർആൻ ഓതി ഓർമ്മപ്പെടുത്തൂ എന്ന് പറയുന്നു. അള്ളാഹു തആല ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അത് പറഞ്ഞപ്പോ ഞാൻ ആ വിഷയം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ വിഷയം എന്താന്ന് വെച്ചാൽ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരിക. മറ്റൊടുത്തുണ്ടല്ലോ എന്ത്? യൗമ തശഖഖു സ്സമാ. അപ്പൊ ഇത്തരം ആളുകൾക്ക് അള്ളാഹു തആല ആ ദിവസം എളുപ്പമാക്കും. അള്ളാഹു നമ്മളെ എളുപ്പമാക്കി തരട്ടെ. ഈ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു എന്ത്? ഉസ്രിഫത്തിൽ ജന്നത്തുൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗത്തെ അടുപ്പിച്ചു കൊടുക്കും. 31-ാമത്തെ ആയത്ത്. هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. അതിലേക്കൊന്നും ഇനി പോകുന്നില്ല. മുമ്പ് നേരത്തെ അർത്ഥം പറഞ്ഞതാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ ഇവിടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരിക. ഈ പാറ അന്ത്യനാളുമായി ബന്ധപ്പെട്ട ഒരു പാറയാണ്. ആ പാറയിൽ നിന്നാണ് വിളിക്കുക സയ്യിദ്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം. ആ പാറയിൽ നിന്ന് വിളിക്കും. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആ പാറയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ പാറയിൽ നിന്നാണ് വിളിക്കുക. ആ പാറയിൽ നിന്ന് فإذا أحمل الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഹസലത്ത് ഇല്ലാ സുയഹത്തൻ വാഹിദ ഹസലത്ത് മിൻ നഫ്ഖി ഇസ്രാഫീൽ ഫി സൂരി. സൂറിൽ ഇസ്രാഫീൽ ഊതുന്ന അവസാനത്തെ ഊത്താണ് ഈ പറഞ്ഞ ഇല്ല സുയഹത്തൻ വാഹിദ. അത് സുയഹത്തുൽ ബഹ്സി. അത് ബഹ്സിന്റെ അട്ടഹാസം, പുനർജന്മത്തിനുള്ള അട്ടഹാസമാണ്. ഹുവ ഖൗലു ഇസ്രാഫീൽ. അട്ടഹാസം എന്ന് പറഞ്ഞാലോ ഊത്ത് എന്ന് പറഞ്ഞാലോ ഖൗലു ഇസ്രാഫീൽ ഇസ്രാഫീലിന്റെ ഒരു വാക്കാണ്. അല സഖ്റത്ത് ബൈത്തുൽ മുഖദ്ദസി. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തുള്ള പാറമ്മൽ കയറി നിന്ന് ഇസ്രാഫീൽ വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുക? أيتها العظام البالية والأوصال المتقاطعة والأعراض المتمزقة والشعور المنتصرة إن الله المصبر الخالق يأمركن أن تجتمعن لفصل القضاء. أيتها العظام البالية ദ്രവിച്ചു പോയ അസ്ഥികളെ വിളിച്ചു പറയും. ആര്? സയ്യിദ്ന ഇസ്രാഫീൽ. ഹുവ ഖൗലു. ഈ അട്ടഹാസം എന്ന് പറഞ്ഞാൽ ഹുവ ഖൗലു ഇസ്രാഫീൽ ഇസ്രാഫീലിന്റെ ഒരു വാക്കാണ്. അലാ സഖ്റത്തിൻ ബി ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടെയുള്ള
ആ പാറമ്മൽ കയറി നിന്നിട്ട് ഇസ്രാഫീൽ വിളിച്ചു പറയുന്ന വാക്കാണ്. എന്താ വിളിച്ചു പറയുക? അയ്യത്തുൽ ഇളാമുൽ ബാലിയ, ഓ ദ്രവിച്ചു പോയ എല്ലുകളെ, വൽ ഔസാലിൽ മുതഖത്തിഅ, ഭിന്ന ഭിന്നമായി പോയ ശരീരഭാഗങ്ങളെ, വൽ അഅ്ളാഉൽ മുതമസ്സഖ, ചീന്തപ്പെട്ടതായ അവശിഷ്ടങ്ങളെ, വശുഊറുൽ മുന്തശിറ, എവിടെ എവിടെയോ പരന്നു കിടക്കുന്ന മുടികളെ, ശുഊർ മുടികൾ, അൽ മുതമസ്സഖ, എവിടെ എവിടെ അവിടെ ഇവിടെയൊക്കെ ചെതറപ്പെട്ട ഈ മുടികളെ, ഇന്നല്ലാഹ, അല്ലാഹു തആല, അൽ മുസവ്വിറ, കോലമുണ്ടാക്കുന്ന, അൽ ഖാലിഖ, സൃഷ്ടിക്കുകയും ചെയ്യുന്ന അല്ലാഹു, യഉമുറുകുന്ന, നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, അൻ തജ്തമിഅന, നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടാൻ, ലിഫസ്ലിൽ ഖളാഇ, അല്ലാഹുവിന്റെ വിധി തീർപ്പിന്റെ സന്ദർഭത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ നിങ്ങളോടെല്ലാം. അപ്പൊ ആ സമയമാകുമ്പോഴത്തിന് നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങളൊക്കെ ആയി മണ്ണിൽ ചേർന്ന് കിടക്കുന്ന ഈ സാധനങ്ങളോട് വിളിച്ചു പറയും ആര്? സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാം. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം പരസ്പരം ഒരുമിച്ച് കൂടാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. ഫജ്തമിഉ, അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടൂ. വഹലുമു, എല്ലാവരും കടന്നു വരൂ, ഇലൽ അർളി, പ്രദർശന സ്ഥലത്തേക്ക്, പ്രദർശന സ്ഥലം, പ്രദർശനത്തിന് വേണ്ടി കടന്നു വരൂ. ഏത് അക്രമികളെയും ഏത് ഏകാധിപതികളെയും അമർച്ച ചെയ്യുന്ന ഏകാധിപതിയിലേക്ക് വരിക. മനസ്സിലായില്ല? ജബ്ബാറുൽ ജബാബിറ, അതാരാ? അല്ലാഹു. അവൻ ജബ്ബാറുൽ ജബ്ബാരീനാണ്, ഏകാധിപതികൾക്കും ഏകാധിപതിയാണ്. ഏത് ഏകാധിപതിയെയും അമർച്ച ചെയ്യുന്ന ഏകാധിപതി ആരാ? അത് അല്ലാഹുവാണ്. അവനിലേക്ക് കടന്നു വരൂ എന്ന് പറയും. അപ്പോൾ ഈ കാണുന്ന അവശിഷ്ടങ്ങളെല്ലാം മനുഷ്യനിൽ, പിന്നെ ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്ക്, മനുഷ്യന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും മനുഷ്യനിൽ ഒരു ചെറിയ ഭാഗം ബാക്കിയോ അതിലേക്ക് കൂടുക ചെയ്യാം. അത് ഉജ്ബുദ്ദനബ് എന്ന് പറയും. ഈ പൃഷ്ഠഭാഗത്തിന്റെ ഏറ്റവും വലിയ ഒരു കുറ്റി, എന്താ പറയാ, കോസിക്സ്, ഒരു കുറ്റി പോലത്തെ ലാസ്റ്റ് അടിയിലുള്ള ഈ നട്ടെല്ലിന്റെ ലാസ്റ്റ് ഭാഗത്തുള്ള ആ കുറ്റി, കോസിക്സ് അല്ലേ? ആ ലാസ്റ്റ് കാണുന്ന ആ കുറ്റി മനുഷ്യനിൽ എത്ര ആയിരം കൊല്ലം കഴിഞ്ഞാലും അവിടെ കിടക്കും. അതിലേക്കാണ് ചേർക്കുക. അതൊക്കെ പഠിച്ച അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മടക്കി പടക്കുക എന്നത് അവന് നിസ്സാരപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ട, പറഞ്ഞാൽ മനസ്സിലാവില്ല, പ്രധാനപ്പെട്ട വീക്ഷണ പ്രകാരം ഖബറിലെ അനുഭവങ്ങൾ റൂഹാനിയാണ്, എന്നാൽ മഹ്ശറിലെ അനുഭവങ്ങൾ ജസദാനിയാണ്. തർക്കമില്ല. ഖബറിലെ അനുഭവങ്ങൾ റൂഹാനിയാണ്, എന്നാൽ പ്രധാന വീക്ഷണം റൂഹാനി എന്ന് പറഞ്ഞാൽ അതായത് ആത്മീയ അനുഭവങ്ങളാണ്. എന്തല്ല, ശാരീരിക അല്ല എന്ന് പറയണ്ട, ശാരീരികം തന്നെയായിരിക്കും, എന്നാൽ ശാരീരികമാവില്ല. ഉദാഹരണം പറയാ കന്നൗമി കഹ്ലുമിൻ നായിമി, ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെ. കിടക്കുമ്പോഴത്തിന് ഭീകരമായ സ്വപ്നം കാണുന്ന ആളുകളെ നമുക്കറിയില്ലേ? ഞാൻ അറിയും. അവർക്ക് ഉറങ്ങാൻ പേടിയാണ്. സത്യത്തിൽ സ്വപ്നം കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? എന്നിട്ട് അവർക്ക് ഉറങ്ങാൻ പേടിയാണ്. മനസ്സിലായില്ല? അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അപ്പൊ റൂഹാനിയാണെമ്പോ ഖബർ ശിക്ഷയെ പേടിക്കണ്ടല്ലോ എന്ന് പറയാൻ പറ്റൂല. എന്തെന്നെയാണത്? അത് അനുഭവിക്കുന്നവന് നേരിട്ട് അനുഭവമാണ്, പക്ഷെ നോക്കുന്നവന് ഒന്നോട്ട് കാണൂല. ഞാമത്തും അതാബും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു വഴി കിളച്ചപ്പോ ഇപ്പൊ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് ഒരു സ്വഹാബിയുടെ ഖബർ മാന്തപ്പെട്ടു. എവിടെ? മദീനയില്. നിങ്ങൾ കണ്ടോ? എവിടെയോ ഞാൻ അതിന്റെ ചില ചിത്രങ്ങൾ കണ്ടു. അതായത് കൈക്കോട്ട് പറ്റിപ്പോയി. അപ്പൊ എന്ത് ചെയ്ത്? ചോരൊലിച്ച് മാറ്റി മറവ്. മദീനയിൽ ഒരു സ്വഹാബിയെ, ഈ സ്വഹാബി 1350 കൊല്ലം മുമ്പെങ്കിലും മരണപ്പെട്ടതാണ്, മറവ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ആ സ്വഹാബി അങ്ങനെ കിടക്കുക. അപ്പൊ അവർക്ക് സ്വർഗീയ സൗകര്യങ്ങളാ. ഈ സ്വർഗീയ സൗകര്യങ്ങൾ എന്താണ്? റൂഹാനിയാണ്. ഇനി രണ്ടാമത്തെ അനുഭവം ഞാൻ പറഞ്ഞ അദാബും അങ്ങനെ തന്നെയാണ്. രാംസസ് രണ്ടാമന്റെ ഭൗതിക ബോഡി ഞാൻ കണ്ടിട്ടുണ്ട്. ഈജിപ്ത് മ്യൂസിയത്തിൽ. പിന്നെ 15 ഗിനിയാണ്.
15 പൗണ്ട് കൊടുക്കണം. എന്തിന്? ഇയാളെ കാണാൻ. ഈജിപ്ത് മ്യൂസിയത്തിൽ നിങ്ങളുണ്ടല്ലോ, ഈജിപ്ത് മ്യൂസിയത്തിൽ ഓർമ്മയില്ലേ? മനസ്സിലായില്ല? ഈജിപ്ത് മ്യൂസിയത്തിൽ ഞാനും ബാബുട്ടി ഞങ്ങളൊക്കെ കൂടെ പോയത്. പിന്നെ ഈജിപ്ത് മ്യൂസിയത്തിൽ 15 പൗണ്ട് കൊടുക്കണം. ആരെ കാണാൻ? റാംസസ് രണ്ടാമനെ കാണാൻ. റാംസസ് രണ്ടാമൻ BC 1235 ചെങ്കടലിൽ ആഴ്ത്തപ്പെട്ടതെന്നാണ് പ്രധാന വീക്ഷണം. BC 1235 അഥവാ ഏകദേശം നമ്മുടെയും 3250 കൊല്ലങ്ങൾക്ക് മുമ്പ്. മനസ്സിലായില്ല? നമ്മുടെയും പറകുട്ടി BC 1235 അപ്പൊ 1235 2015 കൂടിയാണ് കറക്റ്റ്. എത്ര? 3250. നമ്മുടെ 3250 കൊല്ലം മുമ്പാണ് ആര് മരിച്ചത്? റാംസസ് രണ്ടാമൻ ചാവുന്നത്. ഈ ചങ്ങാതി അന്ത്യനാൾ വരെ ശിക്ഷയിലായിരിക്കും റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്നാ അവൻ എവിടെ ഉണ്ടാനും? മ്യൂസിയത്തിലുണ്ട്. റാംസസ് രണ്ടാമൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒട്ടകങ്ങളുടെ കുളമ്പുകൾ കൊണ്ട് അവന്റെ കഴുത്തിനെ ചവിട്ടപ്പെടും അന്ത്യനാൾ വരെ എന്നാണ്. കാരണം ജനങ്ങളെ കഴുത്തിൽ നുകം വെച്ചവനവൻ. ജനങ്ങളോട് മൃഗത്തിനോട് പെരുമാറും പോലെ പെരുമാറിയവനാണ് ആര്? അവസാനത്തെ ഫറോവ റാംസസ് രണ്ടാമൻ. അതുകൊണ്ട് അവന്റെ ഖിയാമത്ത് നാൾ വരെയുള്ള ഖബർ ശിക്ഷ എങ്ങനെയാ? ഒട്ടകത്തിന്റെ കുളമ്പുകൾ കൊണ്ട് അവനെ ചവിട്ടപ്പെടും. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ചവിട്ടും. എന്നാ ഇവൻ എവിടെ ഉണ്ടായിരുന്നു? മ്യൂസിയത്തിലുണ്ട്. അപ്പൊ ഈ അനുഭവം അവനുണ്ടാവും, അവൻ അവിടെ ഉണ്ടാവും. മനസ്സിലായ പറഞ്ഞത്? അത് റൂഹാനിയാണ്. അതവൻ അനുഭവിക്കുകയും ചെയ്യും. സുഖം അങ്ങനെ തന്നെയല്ലേ? സുഖം അങ്ങനെയാണ്. വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭാര്യയെ ഗൾഫിൽ നിന്ന് സ്വപ്നം കണ്ടവന്റെ അനുഭവം പിറ്റേന്ന് എണീറ്റ് നോക്കുമ്പോൾ സുബഹിസ്കരിക്കണമെങ്കിൽ കുളിക്കണം. അങ്ങനത്തെ ആളുണ്ടല്ലോ. മനസ്സിലായില്ല? ഞാൻ എല്ലാവർക്കും കിട്ടുന്ന ഉദാഹരണം പറഞ്ഞു. പിന്നെ കൂടുതൽ വർത്തമാനം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ അവസാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറഞ്ഞ്. മനസ്സിലായില്ല? അപ്പൊ അത് കേവലം സ്വപ്നമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം എന്തെന്നെയാണ്? അനുഭവമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവമാണ്. എന്നാ ഇതെന്താണേനും റൂഹാനിയാണ്, ആത്മീയ അനുഭവമാണ്. എന്തല്ല? ശാരീരികല്ല. നേരെ മറിച്ച് മഹ്ശർ മുതലുള്ള ഒരു കാര്യവും റൂഹാനിയല്ല, ജിസ്മാനിയും റൂഹാനിയാണ്. ആത്മീയവും ശാരീരികവുമാണ്. അതുകൊണ്ടാണ് ഒരുമിച്ച് കൂട്ടുന്നത്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഖബറിലെ ശിക്ഷ ഇല്ലാന്ന് വിചാരിക്കണ്ട. എന്തുണ്ട്? ശിക്ഷ ഉണ്ട്. അതൊക്കെ അനുഭവിക്കുകയും ചെയ്യും. ഒരാൾക്ക് പിന്നെ ഉറക്കത്തിൽ ദേഹോപദ്രവം ഏൽക്കും, പാമ്പ് കടിക്കും, ജനങ്ങൾ ആക്ഷേപിക്കും, എന്തൊക്കെ സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. ഇതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം സുഖവും ദുഃഖവുമായിട്ട് തന്നെ അവൻ അനുഭവിക്കും. ആത്മീയാണത്. അവനത് അനുഭവിക്കും, മറ്റുള്ളവർ കാണൂല. ഞാനിവിടെ ഈ പാറപ്പള്ളിയിലെ ഖബർ കുഴിക്കുന്ന അയാളോട് ഒരിക്കൽ ചോദിച്ച്, നിങ്ങൾ എന്തെങ്കിലും വല്ല അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ്, ഒരു ഖബർ കുഴിച്ചു, ഒരു ഏരിയയിലെ ഖബറിന്റെ ഏരിയ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു ഏരിയയിൽ തുടങ്ങി. അങ്ങനെ ഖബർ ഏരിയയിൽ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ഖബറിന്റെ പരിസരത്ത് കിളക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കിളക്കും. നമ്മൾ പുതിയ ഖബർ ഇല്ലാത്ത ഏരിയയിലായതുകൊണ്ട് ശ്രദ്ധിക്കാതെ ഞങ്ങൾ സ്പീഡിലാണ് കിളച്ചപ്പോ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കേ. ഇതിനോട് ആര് പറഞ്ഞതാ? പാറപ്പള്ളിയിലെ ഒരാള് പറഞ്ഞതാ. അപ്പൊ അയാൾ പറയാ, ഒരു 10, 300, 400 കൊല്ലമായിട്ടൊന്നും ആ ഏരിയ ഖബറിന് വേണ്ടി ഉപയോഗിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു ഏരിയയിൽ ഞങ്ങൾ പുതിയതായി മറ്റേ ഭാഗത്ത് ഖബറിന്റെ ഏരിയ തീർന്നപ്പോൾ കൊണ്ട് ഇവിടെ ഖബർ ഒഴിക്കുന്നു. അപ്പൊ ഇത് ഖബർ ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, സ്പീഡിൽ കളക്കുന്നതിനിടയിൽ എന്റെ പിക്കാസ് അടിയേക്ക് പോയി. അപ്പൊ ദ്വാരം കണ്ട് ഞാൻ നോക്കുമ്പോ വെള്ള പൊതച്ച ഒരു മനുഷ്യൻ ഉറങ്ങി അങ്ങനെ കിടക്കുക. കഫൻ തുണി പൊട്ടിയിട്ടില്ല. ഇത് എന്നോട് പാറപ്പള്ളിയിലെ ഖബർ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞതാ, നേരിട്ടോ. ഒരു 10, 300, 400 കൊല്ലത്തിന്റെ ഉള്ളിലൊന്നും അവിടെ ഖബറും കളിച്ചിട്ടില്ല. അപ്പൊ ആ മനുഷ്യൻ എന്തിലായിരിക്കും? നല്ല റാഹത്ത് കിടക്കായിരിക്കും.
നമുക്ക് നൗമത്തിൽ അറൂസി അവസാനമായി ചോദിച്ച മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം പിരിഞ്ഞു പോകുന്ന നേരത്ത് നല്ല മനുഷ്യനാണെങ്കിൽ ഇവനോട് പറയാ ഉറങ്ങിക്കൂടുന്ന. ആ ഉറക്കാണ് അയാളെ ഉറങ്ങുന്നത്. നല്ല മനുഷ്യനുമായി ഖബറിൽ നിന്ന് മുങ്കർ നക്കീർ പിരിഞ്ഞു പോണ നേരത്തെ എന്ത് പറയും? നം നം. അവസാനത്തെ വാക്ക് നം കനൗമത്തിൽ അറൂസ്. പുതിയ ആപ്പിള ഉറങ്ങും പോലെ ഉറങ്ങിക്കോ. നം കനൗമത്തിൽ അറൂസ്. അറൂസ് പുതിയാപ്പിള, അറൂസ പുതിയെണ്ണ്. ഉറുസ് കല്യാണാഘോഷം. അറൂസ് നമുക്ക് നൗമത്തിൽ അറൂസ്. പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ആര് പിരിഞ്ഞു പോവുക? മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഉറക്ക അയാൾ ഉറങ്ങാണ്. 100-400 കൊല്ലായിട്ടുണ്ടാവും. അപ്പൊ അതിനിടയിൽ അയാൾ ഭയങ്കര അനുഭവത്തിലുണ്ടാവും. എന്തിന്റെ? എല്ലാ ആനന്ദവും ഉണ്ടാവും. എല്ലാ സുഗന്ധ ചെടിയും ഉണ്ടാവും. അനുഗ്രഹത്തിന്റെ സ്വർഗവും എവിടെ തന്നെ ഉണ്ടാവും? ഖബർ തന്നെ ഉണ്ടാവും. അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു അത് നമുക്ക് തരട്ടെ. അള്ളാഹു അത് നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്കത് തരട്ടെ. അള്ളാഹു അവസ്ഥ നമുക്ക് തരട്ടെ. അള്ളാഹു തൗഫീഖ് 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 തരട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ ദാറുൽ ഖുർആനിലെ അബ്ദുള്ള മാഷ് മരിച്ചതിന് ശേഷം ഒരു ദാറുൽ ഖുർആനിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മ സ്ഥിരമായി ആഴ്ചയിലെ അവരവിടുത്തെ മാനേജറായിരുന്ന സമയത്ത് ആഴ്ചയിൽ കുട്ടികളെ കൊണ്ടുവന്നാക്കാനും വേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ ഉമ്മ അബ്ദുള്ള മാഷ സ്വപ്നം കണ്ടു. അബ്ദുള്ള മാഷ മരിച്ചതിന് ശേഷം ദാറുൽ ഖുർആനിലെ അബ്ദുള്ള മാഷ മരിച്ചതിന് ശേഷം നമ്മൾ ദാറുൽ ഖുർആനിലെ ഒരു കുട്ടിയുടെ ഉമ്മ അബ്ദുള്ള മാഷ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എന്താണ്? സ്വപ്നത്തിൽ മാഷോട് ചോദിച്ചു, എന്താ മാഷ? അപ്പം പറഞ്ഞ് ഭയങ്കര ഒരു സന്തോഷകരമായ ഒരു താഴ്വരയിൽ ഇങ്ങനെ അവര് എല്ലാവിധ സൗകര്യങ്ങളുടെയും നടുവിൽ ഇരിക്കുകയാണ്. ആര്? അബ്ദുള്ള മാഷ്. അപ്പോൾ പറഞ്ഞ്, എനിക്ക് 1-ാം ദിവസം മുതൽ തന്നെ സന്തോഷമായി. ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല. വളരെ റാഹത്താണ്, എൻ്റെ കാര്യം വളരെ സന്തോഷമാണ് എന്ന് ഈ അബ്ദുള്ള മാഷ് ഈ സ്ത്രീയോട് പറഞ്ഞ്. അങ്ങനെ ബിഷാർത്തുകൾ ഉണ്ടാവുന്ന റസൂല പറഞ്ഞിട്ടുണ്ട്. ബിഷാർത്തുകൾ ഉണ്ടാവുന്ന പറഞ്ഞിട്ടുണ്ട്. ആകാശത്തുനിന്ന് വഹി മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ, ബിഷാറത്തുകൾ മുടങ്ങിയിട്ടില്ല. അത് സാലിഹ്യങ്ങളും സാലിഹത്തുകളുമായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം മുഖേനയും ബഹുമാനപ്പെട്ട മഹാന്മാർക്ക് ഇൽഹാം മുഖേനയും അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹി മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ, ബിഷാറത്തുകൾ മുടങ്ങിയിട്ടില്ല. അപ്പൊ ഈ ഇതൊരു ബിഷാറത്താണ്. ആ ബിഷാറത്തിൽ അദ്ദേഹം വലിയ റാഹത്തിലിരിക്കാണ്, വലിയൊരു മഹാ താഴ്വരയിലിരിക്കാണ്. ഈ പെണ്ണ് കാണുന്നത് ഇൻഷാ അല്ലാഹ് അതിന്റെ കോലം കണ്ടത് യഥാർത്ഥമാവും എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അളവിൽ അബ്ദുള്ള മാഷ എവിടെയായിരിക്കും? താഴ്വരയിലാം. എന്നാൽ ആ കബറിലും ആയിരിക്കും. മനസ്സിലായില്ല. അദ്ദേഹത്തിന് അള്ളാഹു തആല റൂഹാനിയായ ഒരു ജീവൻ കൊടുത്തിട്ടുണ്ടാവും. ആ അവസ്ഥയിൽ അദ്ദേഹം എവിടെ ഉണ്ടാവും? വലിയ ഒരു പാരഡൈസിന്റെ നടുവിലുണ്ടാവും. എന്നാൽ ഖബർ തുറന്നു നോക്കിയാൽ ഈ മനുഷ്യന്റെ അസ്ഥികൾ മാത്രമേ എവിടെ നമ്മൾ കാണുള്ളൂ. മനസ്സിലായില്ലേ? ഉന്നതന്മാരാണെങ്കിൽ പുറച്ചെടുക്കണം ഇങ്ങനെ കാണും, പക്ഷെ അവർ ഭയങ്കര സ്വർഗത്തിലുമായിരിക്കും. ഇതാണ് ഖബറിന് മുമ്പുള്ള അവസ്ഥ, അല്ല മഹ്ശറക്ക് മുമ്പുള്ള അവസ്ഥ. അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് എല്ലുകളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥ. അതാണ് ഈ അട്ടഹാസവും വിളിയും. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇതിൽ അവസാനത്തെ ഊത്തിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഹലുമു അവസാനത്തെ ഊത്തിൽ ഊത്ത് എന്ന് പറഞ്ഞാൽ ഇസ്രാഫീൽ. അത് ഇസ്രാഫീലിന്റെ ഒരു വാക്കാണ്. അലാ സഖറത്തിൻ ബൈത്തുൽ മുഖദ്ദസി, ബൈത്തുൽ മുഖദ്ദസിലെ പാറയുടെ മേൽ മുകളിൽ വെച്ചുള്ള വിളിയാണ്. അയാൾ അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ്, ഇസ്രാഫീലിന്റെ വാക്കാണ്. എന്താണ്? ഈ കാഹളത്തിലൂടെ വിളിച്ചു പറയലായിരിക്കും. എന്ത്? അയ്യത്തുഹൽ ഉലാമുൽ ബാലിയ വൽ ഔസാഉൽ മുതഖാത്തിയ വൽ അഅലാഉൽ متمزقة والشعور المنتشرة إن الله المصبر الخالق يأمركن أن تجتمعنا لفصل القضاء فاجتمعوا وهلموا إلى الأرض وإلى جبار الجبارين وإلى جبار الجبابرة എന്ന് വിളിച്ചു പറയും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന്. പിന്നെ ആയത്തിലേക്ക് നോക്കി. എന്ന് പിന്നെ ഇൻകാനത്തില്ല സയ്ഹത്തൻ വാഹിദ, അതിലൊട്ടഹാസം മാത്രമായിരിക്കും. അതല്ലേ പറഞ്ഞത്? ഖാലു യാ വൈലനാ വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിൻ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലു യാ വൈലനാ, അവർ വിളിച്ചു പറയും, യാ വൈലനാ, ഞങ്ങൾക്ക് സംഭവിച്ചു പോയ നാശമേ, മൻ ബഅസനാ, ഞങ്ങളെ ആരാണ് വിളിച്ചുണർത്തിയത്, മിൻ മർഖദിനാ, ഞങ്ങളുടെ
ഉറക്കുസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ അവരുടെ വീക്ഷണപ്രകാരം രണ്ടൂട്ടരും എന്താണ്? ഉറങ്ങന്നെയാണ്. ഈ ആയത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഖബർ ശിക്ഷയെ നിഷേധിച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞത് എന്താണല്ലോ? ഉറങ്ങാണ്. മനസ്സിലായില്ല. ഉറക്കുസ്ഥാനങ്ങളിൽ നിന്ന് ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് ഖബറിൽ നിന്ന് എണീക്കുന്നവര് ചോദിക്കുമെന്നാണല്ലോ. അതെന്താ അങ്ങനെ പറയുന്നത്? അതിന്റെ മറുപടി ശ്രദ്ധിക്കുക. അതിനുള്ള മറുപടി, ഇവർ രണ്ട് കൂട്ടരാണെങ്കിൽ അവിടെ നേട്ടം ഖബർ ജീവിതത്തിൽ നേട്ടം ലഭിക്കുന്നവരാണെങ്കിലും കോട്ടം ലഭിക്കുന്നവരാണെങ്കിലും ഈ രണ്ട് വിഭാഗമാണെങ്കിലും എന്താണ്? മനസ്സിലായി? ഈ രണ്ട് വിഭാഗമാണെങ്കിലും എന്താണ്? അവർ രണ്ടും റൂഹാനിയായ അനുഭവമാണ്. ഖബർ വിശാലാക്കണേ പടച്ചോനെ നമ്മൾ ദ്വാരനപ്പോ ഒരു അരീക്കോട്ടുകാരൻ മൂലയിലോട് വയറു കഴിഞ്ഞിട്ട് പറഞ്ഞത്രേ, എന്നാ ഇപ്പൊ വലിയതാക്കിയാണ് കളച്ചാ പോയ കമ്മിറ്റിക്കാർക്ക് കുറച്ച് പൈസ കൊടുത്താൽ നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറായി അത് പറയണോ? മനസ്സിലായില്ല. ഖബർ ബാപ്പാന്റെ ഖബർ വിശാലാക്കി കൊടുക്കുന്നതാണ് ദ്വാരനപ്പോ മൂലയിലോട് വയറു കഴിഞ്ഞിട്ട് ഒരു അരീക്കോട്ടുകാരൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇത് ഉണ്ടായ സംഭവം, കളവല്ല, ഉണ്ടായ സംഭവമാണ്. ചോദിച്ച ആളെ എനിക്കറിയാം, മൂലരെ എനിക്കറിയാം. മൂലരോട് ചോദിച്ചു, എന്ത് എന്നാ പിന്നെ ഇത്തരങ്ങൾ അടങ്ങാറായി എല്ലാ വെള്ളിയാഴ്ചയും ദ്വാരക്കണോ? നമ്മളെ ഖബറാളികളൊക്കെ ഖബർ വിശാലാക്കി കൊടുക്കണേ എന്നാണ് നിങ്ങൾ ഇങ്ങനെ എല്ലാ ആഴ്ചയും അടങ്ങാറായി പറയണോ? നമ്മക്ക് തന്നെ തീരുമാനിച്ചാ പോരെ? ഖബറൊന്നും പറ്റി സാധാരണ പോരാ, കുറച്ചൊക്കെ വിശാലായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ ഇത്ര അടങ്ങാറാവണ്ടേ ഇല്ലല്ലേ, നമ്മക്ക് തന്നെ തുറപ്പിക്കാലോ. ഈ പറഞ്ഞത് എന്താണ്? ഇത് പിന്നെ മനസ്സിലാകാത്തത് കൊണ്ടാണ്. എന്ത്? വിശാലമായ അനുഭവമാണ്, എന്തല്ല വിശാലമാക്കലല്ല. വിശാലമായ പിന്നെയും ഖബർ വിശാലമുള്ളത് നമ്മുടെ നാട്ടിലാണ്. അറബ്യ നാട്ടിൽ അങ്ങനെയല്ല. അറബ്യ നാട്ടിൽ ഒറ്റ കുഴിയാണ് കുഴിച്ചിട്ട് പിന്നെ ലഹ്ദ പറഞ്ഞ ഒരു മയ്യത്തിന് മാത്രം കിടക്കാനുള്ള സ്ഥലത്തേക്ക് തുരന്നുണ്ടാക്കിയിട്ട് അവിടേക്ക് മയ്യത്തിന് എടുത്തു വെക്കും, അണ്ടടക്കും. പിന്നെ ബാക്കി മണ്ണ് നിറക്കും. മോർച്ചൽ മൂടി വെക്കും പോലെ അത് കയറ്റ അതിലേക്ക് അങ്ങോട്ട് കയറ്റും. അതാണ് എന്ത്? ഒരിക്കലും മൃഗങ്ങൾക്ക് മാന്താൻ കിട്ടൂല. എന്നിട്ട് ഈ മൊത്തം കുഴി എന്ത് ചെയ്യും? കീക്കുഴി മേക്കുഴി എന്നുള്ള പരിപാടിയുമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. എന്ത് ചെയ്യാം? അറബ് നാട്ടിലെ കുഴിയുടെ രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒറ്റ കുഴി കുഴിക്കുക, എന്നിട്ട് അടിഭാഗം തുരക്കുക. അടിഭാഗം തുരന്നതിന് ശേഷം ബോഡി ആ തുരന്ന് എടുത്ത ഭാഗത്തേക്ക് ബോഡി അത് മുഴുവനായി കയറ്റുക. എന്നിട്ട് ആ ഭാഗത്ത് നടക്കുക. എന്നിട്ട് മൊത്തം എന്ത് ചെയ്യുക? മുഴുകിടുക. അങ്ങനെ അതാണ്. അപ്പൊ കുറഞ്ഞ സ്ഥലമാണ്. ഇവർക്കും വിശാലത ഉണ്ടാവും. അതെങ്ങനെയാ? ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, എന്ത്? ഒരു മനുഷ്യൻ നല്ലവനാണ് എങ്കിൽ അവന്റെ ചോദ്യം കഴിഞ്ഞതിന് ശേഷം യുമദ്ദു ലഹുൽ ഖബ്റു മദ്ദ ബസരിഹി, അവന്റെ കണ്ണെത്തുന്ന അത്രയും ദൂരം അവന്റെ ഖബർ വിശാലമായി അവന് കാണിക്കപ്പെടും. അവൻ അവിടുത്തെ രാജാവായിരിക്കും. അവൻ എല്ലാവിധ പരിചാരകനുണ്ടായിരിക്കും. اللهم اجعلنا منهم 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 اللهم آمين برحمتك يا ارحم الراحمين. അതൊക്കെ റൂഹാനിയായ അനുഭവമാണ്. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മനസ്സിലായാലും പറ. നേരെ മറിച്ച് ഇസ്രാഫീലിന്റെ ഊത്ത് മുതലുള്ള സംഭവം എന്തല്ല? കേവലം റൂഹാനിയല്ല. ഇപ്പോഴുള്ളത് പോലെയാണ്. ഇപ്പോൾ റൂഹുണ്ടല്ലോ, ശരീരമുണ്ടല്ലോ. ഇപ്പോൾ റൂഹമുണ്ട്, ശരീരമുണ്ട്. അതുകൂടി അങ്ങനെയായിരിക്കും. അപ്പോൾ മഹ്ശറിൽ നിൽക്കൽ എന്തെന്നെയായിരിക്കും? ജിസ്മാനിയാണ്, ശാരീരികമാണ്. ഖബറിൽ കിടക്കുന്ന അനുഭവങ്ങൾ റൂഹാനിയാണ്. മനസ്സിലായില്ല? ഉറങ്ങിയാ മനസ്സിലാവൂല. ഖബറിൽ കിടക്കുന്ന രക്ഷയും ശിക്ഷയും റൂഹാനി. റൂഹാനി എന്ന് പറഞ്ഞാൽ ആത്മീയ അനുഭവം. റൂഹാനി എന്ന് പറഞ്ഞാൽ അതൊരു ചില ചൈത്താനെന്ന് പറയുന്ന ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് തിരിച്ചു പറഞ്ഞത്. റൂഹാനി എന്ന് പറഞ്ഞാൽ ആത്മീയ അനുഭവം. എന്നാലോ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവമാണ്. മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിയൂല. ഡെഡ് ബോഡി പൊട്ടക്കണത്തിലിട്ട് ആരുടെ? അബൂജഹൽ അടക്കമുള്ള തമ്മാടികളുടെ ഡെഡ് ബോഡി ബദറിലെ പൊട്ടക്കണത്തിൽ ഇട്ടതിന് ശേഷം സ്വഹാബികൾ കാത്തു നിൽക്കുമ്പോൾ മലന്താഴ്വരയുടെ പുണ്യ റസൂൽ അടിവച്ച് ഈ കിണറിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന്, യാ അബാ ജഹൽ, യാ ഉത്ബ, യാ ഷൈബ, ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖാ എന്ന് ചോദിച്ചു. അള്ളാഹു പറഞ്ഞത് ശരിയാണ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് വെച്ചു.
എത്ര ഞങ്ങളോട് കെഞ്ചിയതാണ്, നിങ്ങൾ ഈ തമ്മാടികളായി നടക്കരുത്, നിങ്ങൾ നേരിന്റെ പിന്നാലെ വരണം എന്ന് പറഞ്ഞ് അബൂജഹലെ, ഉത്ബത്തെ, ഷൈബത്തെ എത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇതൊക്കെ നേരാണെന്ന് ഈ സെക്കൻഡ് മുതൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെന്ന് വെച്ച് ഇപ്പൊ അവർ ശാരീരികമായി അടങ്ങി. ഇപ്പൊ അവിടെ മറ്റേ വർക്ക് തുടങ്ങി. ഏത്? റുഹാനിയായോ? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലാ ജംബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ഇങ്ങനെ വന്ന് നിന്നിട്ട് പറഞ്ഞു, തതകല്ലമു അജ്സാദൻ ലാ അർവാഹ ലഹാ യാ റസൂലല്ലാഹ്, റൂഹ് പിരിഞ്ഞു പോയ ശരീരത്തോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് നബിയെ എന്ന് ചോദിച്ചു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ മറുപടി പറഞ്ഞു, മാ അൻതും ബിഅസ്മഅ മിൻകും മാ അൻതും ബിഅസ്മഅ മിൻഹും, അവരെ അത്ര കേൾക്കാൻ നിങ്ങൾക്ക് പോലും സാധ്യമല്ല. നിങ്ങളെ ദൃഷ്ടിയിൽ അവർ കേൾക്കണില്ല, എന്നാൽ നിങ്ങളെക്കാൾ അവർ കേൾക്കുന്നുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ മനസ്സിലായില്ലേ? അത് റൂഹാനിയായ അനുഭവമാണ്. എന്നാലും അവിടെ അവരിങ്ങനെ ചത്തമാരി കിടക്കുക, അത് റൂഹാനിയ അനുഭവം. എന്നാൽ അവസാനത്തെ ഊതിയാൽ എന്തല്ല? റൂഹാനിയല്ല. ഇപ്പോൾ പോലെ ഇപ്പോൾ രണ്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മളിൽ രണ്ടില്ലേ? ശരീരമുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ തന്നെ ജിസ്മാനിയും റുഹാനിയായിരിക്കും, ശാരീരികവും ആത്മീയവും ഉണ്ടാവും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, യഖൂമു ആകിലു റിബ, പലിശ തിന്നുന്നവൻ ഖബറിൽ നിന്ന് എണീക്കും, ഫയഹ്മലു ബത്നഹു ബൈന യദൈഹി, രണ്ട് കൈയിന്റെയും ഇടയിൽ അവൻ വയറിനെ താങ്ങും, ഫയഖൂമു ഫയസ്ഖുതു ലിസിഖലി ബത്നിഹി, വയറിന്റെ ഭാരം കാരണം അവൻ വീണു. മലക്ക് അവന്റെ പൃഷ്ഠഭാഗത്ത് അവനെ അടിക്കും, അവൻ മുഖം കുത്തി എഴയും. മനസ്സിലായില്ല? ആക്കിലു റിബ, പലിശ തിന്നുന്നവന് അവന് മഹ്ശറിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? ശാരീരികമാണ്, എന്തല്ല? ആത്മീയമല്ല. ഖബറിൽ നിന്ന് എണീക്കും. ഖബറിൽ നിന്ന് എണീക്കാൽ ശരീരങ്ങൾ മൊത്തം ഒരുമിച്ച് കൂടിയിട്ട് ഒറ്റ ഖബറിൽ ഇത് മുഴുവൻ ഒരുമിച്ച് കൂടിയിട്ട് എണീക്കും. ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തിയാടെ റസൂലുള്ളാഹി കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞ്, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാവരും പുറത്തിയാടും. അതെല്ലാവരും ആയിരിക്കും, എല്ലാവരും ശാരീരികവും മാനസിക എല്ലാവരും. കമാ ഖലഖനാകും അവ്വല മറ, ഉടുത്തുണി പോലും ഇല്ലാതെ എണീക്കും. ഒരാൾക്കൊരു തുണിയേ ഉണ്ടാവില്ല. ഹുഫാത്തൻ ഉറാത്തൻ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഹുഫാത്തൻ, കാലിൽ ചെരുപ്പില്ലാതെ, ഉറാത്തൻ നഗ്നരായി. മനസ്സിലായില്ലേ? കാലിൽ ചെരുപ്പില്ലാതെ, ഉറുല്ല എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം ചെയ്യപ്പെടാതെ. കമാ ഖലഖനാകും അവ്വല മറ, ആദ്യം പഠിച്ചതുപോലെ എല്ലാവരും ചേലാകർമ്മം ചെയ്യപ്പെടാതെയും, കാലിൽ ചെരുപ്പില്ലാതെയും ഉടുതുണിയില്ലാതെയും എല്ലാവരും ഖബറിൽ നിന്ന് എണീക്കും. ഖബർ പൊട്ടി എണീക്കും. അവൻ മഹ്ശറിലേക്ക് ഓടും. മഹ്ശറിന്റെ കേന്ദ്രം ഫലസ്തീനായിരിക്കും. ഓടുന്നതിനിടയിൽ അവൻ തമ്മാടിത്തരം ചെയ്ത ഓരോ മണ്ണും വിളിച്ചു പറയും. ഹബീബായ നബി പറഞ്ഞു, നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഭൂമിയെ സൂക്ഷിക്കണം. ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. അതിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു ദിവസം വിളിച്ചു പറയും. നിങ്ങൾ ഇങ്ങനെ എണീറ്റ് ഓടുമ്പോ ഓരോ ഏരിയയും വിളിച്ചു പറയും, നീ ഇത് ചെയ്തോനല്ലേ എന്ന്. ആ ഏരിയയിലെ മണ്ണ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എങ്ങോട്ട് ഓടിയിരിക്കും? അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ, അള്ളാഹു നമ്മെ. മനസ്സിലായല്ലേ പറഞ്ഞത്? ഇതൊന്നും നാം വെറുതെ പറയല്ല, ഇതൊക്കെ ഖുർആനിലുണ്ടല്ലോ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. എന്താർത്ഥം? ഭൂമിക്ക് മുകളിൽ നടന്ന എല്ലാ വാർത്തകളും അന്നത്തെ ദിവസം ഭൂമി വിളിച്ചു പറയും. ബിഅന്ന റബ്ബക ഔഹാലഹ, ഇന്നാലിന്നതെല്ലാം പറയണമെന്ന് അല്ലാഹു ഭൂമിക്ക് വഹി നൽകും. ബിഅന്ന റബ്ബക ഔഹാലഹ, വഹി നൽകും. യൗമഇദിൻ യസ്തുറുൻ നാസു അഷ്താതൻ ലിയറൗ അഅമാലഹും ഫമൻ യഅമൽ. അതാണ് ഖുർആനിലെ അഖ്വഫു ആയത്തിൻ ഫിൽ ഖുർആൻ. ഖുർആനിൽ ഏറ്റവും ഭയപ്പെടേണ്ട ആയത്ത് ആ ആയത്താണ്, ഈ സൂറത്തിലെ ആയത്താണ്. ഏത്? ഫമൻ യഅമൽ. എഴുതി ചോദി. ഖുർആനിലെ ഏറ്റവും ഭയപ്പെടേണ്ട ആയത്ത് അതാണ്. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره.
ഇതാണ് ഖുർആനിലെ ഏറ്റവും ഭയപ്പെടേണ്ട, ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത്, ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ആയത്തുൽ കുർസി. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ആയത്തുൽ കുർസി. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയുടെ ആയത്ത് നഹലിന്റെ 90-ാമത്തെ ആയത്ത്. നഹലിന്റെ 90-ാമത്തെ ആയത്ത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഖുർആനിലെ ഏറ്റവും കൽപ്പനയുടെ ആയത്ത്. ഇത് ചൊല്ലി ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ആയത്തുൽ കുർസി. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ആയത്തുൽ കുർസി. ഖുർആനിലെ ഏറ്റവും കൽപ്പനയുടെ ആയത്ത്, ഏറ്റവും വലിയ കൽപ്പനയുടെ ആയത്ത് നഹൽ 90-ാമത്തെ ആയത്ത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് സുമറിലെ 53-ാമത്തെ ആയത്ത്. ഏത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത്. എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കണ്ട, അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിച്ചോളൂ, അള്ളാഹു മാപ്പ് നൽകും. ഇതാണ് ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത്, സുമറിലെ 53-ാമത്തെ ആയത്ത്. ഖുർആനിലെ ഏറ്റവും വലിയ ശിക്ഷയുടെ ആയത്ത് ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബ അമ്മയിലായത്ത്. ഖുർആനിലെ ഏറ്റവും ഭയപ്പെടേണ്ട ആയത്ത് ഇദാ സുൽസിലത്തിലെ ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ. ആണമണിത്തൂക്കം നന്മ ചെയ്താൽ അതും കിട്ടും. വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. ആണമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും കിട്ടും. ഇതാണ് ഖുർആനിലെ ഏറ്റവും ഭയപ്പെടേണ്ട ആയത്ത്. സുമറിലെ 53. ഖുൽ യാ ഇബാദി, കണ്ടില്ലേ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഇതാണ് ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത്. എന്ത് തെറ്റ് ചെയ്താലും പേടിക്കണ്ട, അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുക, അള്ളാഹു മാപ്പ് നൽകും, അള്ളാഹു മാപ്പ് നൽകട്ടെ. ഇതാണ് ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്തതാണ്. ഖുർആനിലെ ഏറ്റവും വലിയ ശിക്ഷയുടെ ആയത്ത് അമ്മയിലെ ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബ. ഖുർആനിലെ ഏറ്റവും ഭയപ്പെടേണ്ട ആയത്ത് ഇദാ സുൽസിലത്തി അധ്യായത്തിലെ ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. അണുമണിത്തൂക്കം നന്മയുണ്ടെങ്കിൽ അതും കിട്ടും, അണുമണിത്തൂക്കം തിന്മയുണ്ടെങ്കിൽ അതും കിട്ടും. ഇതാണ് ഏറ്റവും പ്രശ്നം. അണുമണിത്തൂക്കം തിന്മയുണ്ടെങ്കിൽ അതും കിട്ടും, അതും അവൻ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാരണം അള്ളാഹു നീതിമാനാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ. പുറത്തിട്ടില്ലെങ്കിൽ കിട്ടുന്ന അർത്ഥം. അതാണ് ഏറ്റവും വലിയ കൽപ്പന. നിസ്കരിക്കണം, നോമ്പ് എടുക്കണമെന്നല്ല. യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതിയും നന്മയും. ഖുർആനിലെ ഏറ്റവും വലിയ ഖുർആനിലെ ഏറ്റവും വലിയ കൽപ്പന നീതിയും നന്മയും, പിന്നെ നിസ്കാരം നോമ്പും ഒക്കെ. ഇന്നല്ലാഹ, അവസാന ജുമായിൽ ഖുത്ബയിൽ ഓതുല്ലേ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅഇദുകും ലഅല്ലകും തദക്കറൂന ദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ല്ലേ, ഈ ആയത്ത് ഇതാണ്. ഏത്? നഹലിലെ 90-ാമത്തെ ആയത്ത്. നഹൽ 90. കണ്ടോ മോനെ? മനസ്സിലായി? 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കട്ടെ എന്ന്. അത് ഖുർആനിലെ ഏറ്റവും വലിയ സ്വഹാബി, ഇതിന്റെ ഒരു ഭാഗം തന്നെയാണത്. സ്വഹാബികൾ പെരുന്നാൾ കഴിച്ച ആയത്താണത്. ഫുർഖാനിലെ 70-ാമത്തെ ആയത്ത്. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന ഗഫൂർ റഹീമ. ഇതാണ് പിന്നെ മഗ്ഫിറത്തിന് വേണ്ടി പെരുന്നാൾ വെച്ച്. അത് ഒരു സന്തോഷമാണ്. അതായത് തെറ്റ് ചെയ്ത ആളുകൾ മാപ്പപേക്ഷിച്ചാൽ ആ തെറ്റ് മാറ്റിയിട്ട് അല്ലാഹുവിന് അവിടെ ഞാൻ ഹസനാത്ത് എഴുതി വെക്കും. ഇതാണ്. പക്ഷെ ഏറ്റവും പ്രതീക്ഷയുടെ ആയത്ത് സുമർ 53-ാമത്തെ. ഏത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു. ഏത് മോനെ? അമ്മയിലെ എത്രാമത്തെ ആയത്താന്ന് നോക്കി മോനെ. 30. ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബാ. അനുഭവിച്ചോ, ഇനി നിനക്ക് ശിക്ഷയല്ലാതെ ഒന്നും കൂടുകയില്ല. ഇതാണ് ഖുർആനിലെ ഏറ്റവും വലിയ ശിക്ഷയുടെ ആയത്ത്. അനുഭവിച്ചോ, നരകക്കാരോട് പറയപ്പെടും, അനുഭവിച്ചോ, നിനക്ക് ശിക്ഷയല്ലാതെ ഒന്നും കൂടാൻ പോകുന്നില്ല. ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബാ എന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്ന സംഗതി എന്താണ്?
പിന്നെ ഇത് പറയാനുള്ള കാരണം ഇതാ സുൽസിലത്തി പറഞ്ഞ നമ്മൾ മഅ്ശറയിലേക്ക് ഇങ്ങനെ ഓടേയിരിക്കും. ഓരോരുത്തരും ഉണ്ടാവും. അത് ശാരീരികമായ അനുഭവമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന്. ഭൂമി അങ്ങനെ വിളിച്ചു പറയും. കൈമുറിക്കപ്പെട്ടവൻ ഭൂമിയുടെ ജീവിതകാലത്ത് കൈമുറിക്കപ്പെട്ടവന് മഅ്ശറയിലേക്ക് ഓടും. ഭൂമി അതിന്റെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും തൂൺകാലുകൾ പോലെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നുണ്ടാവും ഈ മണ്ണില്. അപ്പോൾ ഇവൻ പറയും അലിഹാദാ ഖുതിഅതി, ഇതിനു വേണ്ടിയാണല്ലോ ഒരു കാലത്ത് കെട്ടിട്ട് എന്റെ കൈ മുറിക്കേണ്ടി വന്ന്, ഇന്ന് ആർക്കും വേണ്ടല്ലോ. ഒരു കാലത്ത് ജ്യേഷ്ഠനും അനുജനും ഒരു നിസ്സാരപ്പെട്ട ഉമ്മ മരിച്ചപ്പോൾ ഉമ്മാന്റെ സ്വർണം ഓരി വെച്ചപ്പോ തല്ലുണ്ടാക്കിയിട്ട് പരസ്പരം അടിച്ചു പിരിഞ്ഞ ഏട്ടനും അനുജനും ഉമ്മാന്റെ ഒരു മിന്നിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചങ്കേൽസിന് വേണ്ടിയിട്ടാണ് എന്തായത് പിറ്റേന്ന് അടി ഉണ്ടായത്. പിന്നെ 35 കൊല്ലം തമ്മിൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. പെങ്ങളും ആങ്ങളെയും 35 കൊല്ലം മുമ്പ് ബാപ്പ മരിച്ചിട്ട് അടിച്ച് പിരിഞ്ഞിട്ട് 35 കൊല്ലം കഴിഞ്ഞിട്ട് പെങ്ങള് മരിച്ചിട്ട് ആങ്ങളെ മയ്യത്തിൽ പങ്കെടുത്തില്ല. എന്ത് പറഞ്ഞു ബാപ്പ 35 കൊല്ലം മുമ്പ് മരിച്ചിട്ട് ഓഹരി ചെയ്തപ്പോൾ പെങ്ങളും ആങ്ങളെയും തമ്മിൽ തല്ലുണ്ടായി. അതിന്റെ ശേഷം 35 കൊല്ലം രണ്ടാളും ജീവിച്ച് സഹകരിച്ചില്ല. 35 കൊല്ലം കഴിഞ്ഞിട്ട് പെങ്ങള് മരിച്ച മയ്യത്തിന്റെ അവിടെ പോലും ആങ്ങള വന്നു നോക്കിയില്ല. ഞാൻ കണ്ടനുഭവിച്ച സംഭവമാണ്. ഇവരൊക്കെ മഹ്ശറിൽ കൂടെ നടന്നു പോകും. അപ്പൊ സ്വർണ്ണൊന്നും ആർക്കും വേണ്ടാതെ കിടക്കണ്ടാവും. അപ്പോൾ പറയും അലിഹാദാ ഖതഅതു റഹ്മി, ഇതിനു വേണ്ടിയാണോ എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടന്നിരുന്ന എന്റെ പെങ്ങളെ ഞാൻ ഒഴിവാക്കിയത് എന്നവൻ വിളിച്ചു പറയുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ശാരീരികമായ അനുഭവമാണ്. അടി കിട്ടേണ്ടവർക്ക് അടി കിട്ടും, അത് ശാരീരികമാണ്. അവര് മുഖം കുത്തി എഴയും, ശാരീരികമാണ്. സിറാത്ത് പാലം ശാരീരികമാണ്. സിറാത്ത് പാലം 3000 കൊല്ലാണ്. എത്ര? 3000 കൊല്ല ശാരീരികമാണ്. അങ്ങനെ പാലം ഉണ്ടാകൂല എന്ന് പറഞ്ഞാൽ ഓനും വേലായും തമ്മിൽ വലിയ വ്യത്യാസമല്ല. 3000 years, 50,000 കൊല്ലാണ് മഹ്ശർ. അതിൽ സിറാത്ത് പാലം 3000 കൊല്ലാണ്. എന്തെങ്കിലും വിചാരിച്ച് നിങ്ങളുടെ ഫറൂഖ് പാലോ? സിറാത്ത് പാലം 3000 കൊല്ലാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ആ ദിവസം നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അതൊക്കെ അള്ളാഹുവിന്റെ ഹിക്മത്തുകളാണ്. എന്താണ് അതിന്റെ നമുക്ക് അറിയൂല, അതിനെപ്പറ്റി ഒന്നും അറിയൂല. അള്ളാഹിന്റെ ഹിക്മത്ത് നിഷേധിച്ച കഫറും. അള്ളാഹു മിസാൻ ഇപ്പൊ നന്മയും തുമ്മിയും തൂക്കേണ്ട ആവശ്യം അള്ളാഹ്ക്ക് ഉണ്ടോ? ഞാൻ തൂക്കി നോക്കട്ടെ, ഇതൊക്കെ ഉണ്ടോ? അത്രേ ഉള്ളൂ. അള്ളാഹിന്റെ ഒരു ഹിക്മത്താണ്. അല്ലാതെ നമ്മക്ക് അതിനെപ്പറ്റി ഒന്നും അറിയൂല. നമ്മളൊക്കെ കൊണ്ടായത് കനം തൂക്കിക്കൊള്ളണം അങ്ങനല്ല. ചില ആളുകൾ ഫർദ് നിസ്കാരം മാത്രം നിസ്കരിക്കും, പക്ഷെ മനുഷ്യനൊന്നും ഉപദ്രവിക്കൂല. കാണാനുള്ള അമലൊന്നും അവർ ചെയ്യൂല. അല്ലെങ്കിലും അമലല്ല കനം തൂങ്ങ, അമലില്ലായ്മയാണ്. അഫ്ഖലു മാ ഫിൽ മീസാനി അൽ ഖുലുഖുൽ ഹസൻ. ഖുലുഖുൽ ഹസൻ ആകട്ടെ എന്തല്ല, കർമ്മല്ല, കാണാണ്ടാവില്ല. സൽസ്വഭാവത്തിൽ എന്താ കാണാനുള്ളത്? എന്താണ് പഠിച്ചോനെ ഞാൻ ഇവരോട് പറയാൻ പോണത്? തുലാസിൽ ഏറ്റവും കനം തൂങ്ങ നിസ്കാരം നോമ്പും അല്ല, എന്ത് സൽസ്വഭാവമാണെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സൽസ്വഭാവം കാണാണ്ടോ? ഇല്ലല്ലോ. കാണാനുള്ളതല്ല തൂങ്ങ, കാണാനില്ലാത്തതാ തൂങ്ങ. കൗമുമിനുമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ യഅ്തൂന യൗമൽ ഖിയാമ ബിഅഅമാലിൻ അഅ്ല മിൻ ജിബാലി തിഹാമ. തിഹാമയിലെ പർവ്വതത്തെക്കാൾ കൂടുതൽ ഉയർച്ചയുള്ള നിസ്കാര നോമ്പിന്റെ കൂട്ടവുമായി ഒരു സംഘം ആളുകൾ എന്റെ സമുദായത്തിൽപ്പെട്ടവർ മഹ്ശറിൽ വരും. അവർ മഹ്ശറിൽ വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅലല്ലാഹു അഅമാലഹും ഹബാഅൻ മൻസൂറ, വിദറട്ടപ്പെട്ട ധൂളികളെ പോലെ അവരെ അമലിനെ അല്ലാഹു തആല ധൂളിയാക്കി പറത്തും. അവർ ഒറ്റ അമലും അല്ലാഹു തആല മീസാനിലേക്ക് വെക്കൂല. എന്തുകൊണ്ട്? അവർക്ക് സൂക്ഷ്മതല്ല. ഹറാം ഹലാൽ സൂക്ഷിക്കൂല. ആരാന്റെ ഇറച്ചി തിന്നുന്നതിലോ ആരാനെ ഉപദ്രവിക്കുന്നതിലോ അവർ യാതൊരു ദയാദാക്ഷിണ്യം കാട്ടൂല. മറ്റുള്ളവരോട് സൽസ്വഭാവത്തിൽ അവർ പെരുമാറൂല. അയൽവാസികൾ അവർ ദ്രോഹിക്കും. അവരൊന്നും അമൽ അല്ലാഹു തആല സ്വീകരിക്കൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ ഖബറിൽ കിടക്കുന്ന അനുഭവം എല്ലാം റൂഹാനിയാണ്. ഇതാണ് പ്രധാന പക്ഷം. അങ്ങനെയാണ്.
പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവൻ ഉറങ്ങണ സ്ഥലത്തേക്ക് അവൻ ഇരിക്കാനുള്ള അവന്റെ ഏരിയയിലേക്ക് അള്ളാഹു എല്ലാ രാവിലെയും വൈകുന്നേരവും ഖബറിൽ കിടന്ന് അവനെ കാണിച്ചു കൊടുക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ റൂഹാനിയായ അനുഭവമാണ്. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എന്നാൽ മറ്റൊരങ്ങനെയല്ല. മറ്റതെന്താണ്? ശാരീരിക. ഇനി ഇങ്ങോട്ട് നോക്ക്. ഖബറിൽ ശിക്ഷ കിട്ടുന്നവര് സത്യത്തിൽ ഉറങ്ങല്ലല്ലോ. അവരെ ഭാഷയിൽ അവർ എന്തല്ലേ അനുഭവിക്കല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഉറങ്ങണോടത്തുനിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്തിനെന്ന്, ആരാ വിളിച്ചുണർത്തിയതെന്ന് അവർ ചോദിക്കണ്ടല്ലോ. ഞങ്ങൾ ഉറങ്ങണോടത്തുനിന്ന് അവരും പറയുന്നുണ്ടല്ലോ. മറുപടി കേട്ടോ. ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ അനുഭവങ്ങൾ കണ്ണിന്റെ മുന്നിൽ കാണുമ്പോൾ അവർക്ക് ഖബറിൽ അനുഭവിച്ച അനുഭവം ഉറക്കത്തിലെ സ്വപ്നം പോലെ തോന്നും. അതാണ് ഉറക്കം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ല. ഖബറിൽ കിടക്കുമ്പോൾ അവർക്ക് അത് വലിയ ശിക്ഷയായി തോന്നുമെങ്കിലും ഖബറിൽ നിന്ന് എണീറ്റിട്ട് അവർ എന്ത് കാണും? മഹ്ശർ കണ്ടു കഴിഞ്ഞാൽ, മഹ്ശർ പറഞ്ഞാൽ എന്താ? നരകത്തിനെ കണ്ണിന്റെ മുന്നിൽ കാണുക. നരകം എന്നുള്ളത് വസ്തുവല്ലേ. നരകത്തെ കാണുമെന്ന് പറഞ്ഞില്ലേ? 70,000 കടിഞ്ഞാനിട്ട് നരകത്തെ കൊണ്ടുവരും. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ പിടിക്കും. അപ്പോൾ നരകത്തെ മഹ്ശറിലേക്ക് കൊണ്ടുവരിക. നരകത്തിന് 70,000 കടിഞ്ഞാനുണ്ടാവും. ഒരു കടിഞ്ഞാണിൽ 70,000 മലക്കുകൾ പിടിക്കും. ഈ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലുണ്ട്. ഈ ഹദീസ്. അപ്പൊ എത്ര 70,000 ഇൻറ്റു 70,000 മലക്ക് പിടിക്കും. എന്നിട്ടാണ് നരകത്തെ കൊണ്ടുവരിക. 70,000 ഇൻറ്റു 70,000 എത്ര? 490 കോടി. 490 കോടി മലക്കുകളാണ് നരകത്തെ പിടിച്ചുകൊണ്ടിരിക്കുക. 490 കോടി മലക്കുകൾ നരകത്തെ പിടിച്ചുകൊണ്ട്. ഇത് നേരിട്ട് കാണല്ലേ. അപ്പോൾ അവന് ഖബറിലുള്ള അനുഭവങ്ങളൊക്കെ ഉറക്കിലെ സ്വപ്നം പോലെ തോന്നും. അതാണ് ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഈ ഉറങ്ങണോടത്ത് എന്തിനാ ഇതിലേക്ക് വിളിച്ചോണത്തി എന്ന് പറയും. അതെങ്ങനെ തന്നെ മനസ്സിലായില്ല നിങ്ങൾക്ക്? അതന്നെ അങ്ങനെ തന്നെ. 2ാം ക്ലാസ്സിൽ തല്ല് കിട്ടിയിട്ട് 3ാം ക്ലാസ്സിലേക്ക് ചാടിയ കുട്ടി 3ാം ക്ലാസ്സിൽ അതിനേക്കാൾ തല്ലണേ. മനസ്സിലായില്ല? 2ാം ക്ലാസ്സിൽ തല്ല് കിട്ടി അവസാനം 3 കൊല്ലം തോറ്റ് അവസാനം പിന്നെ എന്തായി? 3ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോ അതിനേക്കാൾ തല്ലണ മാഷാണ് എവിടെ? 3ാം ക്ലാസ്സിലാണെങ്കിൽ ഇപ്പം വിചാരിക്കുമല്ലോ, എന്ത് ശനി പിടിച്ചിട്ടാണ് പഠിച്ചോനെ ഞാൻ ഈ 3ാം ക്ലാസ്സിലേക്ക് ജയിച്ചത്, എനിക്ക് 2ാം ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞ പോലെയിരുന്നു എന്ന്.